ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ അടുത്ത GIB എക്സാമിനേഷൻ വരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് സീരീസാണ്. ആ വൺ ഷോട്ട് സീരീസിൽ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റുകൾ എങ്ങനെയൊക്കെയാണ്, അതുപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഒരു 7 to 9 ഒരു ഡിസ്കഷൻ നടത്താം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന റേറ്റ്, ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, മെക്കാനിസം, നോർമലി ഈ 3 കാര്യങ്ങളാണ് പഠിക്കുക. എന്നാൽ നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മൾ റേറ്റും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുമാണ് പഠിക്കുന്നത്. ഗുഡ് ഈവനിങ്, നിങ്ങളുടെ ഗുഡ് ഈവനിങ് കാണുന്നുണ്ട്. ഓക്കെ, കോൺസെപ്റ്റൊക്കെ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ശരി. ഇനി നമ്മൾ ആദ്യം പോകുന്നത് എന്താണ് റേറ്റ് എന്നുള്ള ഐഡിയയിലേക്കാണ്. റേറ്റുമായി ബന്ധപ്പെട്ട് റേറ്റ് ഓഫ് അപ്പിയറൻസ്, റേറ്റ് ഓഫ് ഫോർമേഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സാധാരണ JEEക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ നമുക്ക് ആദ്യം പറയാം. അപ്പം എന്താണ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് വിത്ത് വിച്ച് എ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ് എന്നാണ് നമ്മളതിനെ പറയുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് റേറ്റ് കണ്ടുപിടിക്കുക? റേറ്റ് മീൻസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ് ടു ദ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച്, അല്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ് ടു ദ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മളൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ AA + BB gives CC + DD എന്ന ഒരു റിയാക്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്, ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതൊന്ന് പറഞ്ഞേ. മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്, ഓക്കെ, മൈനസ് 1/A ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് A divided by delta T. ഇതാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് B? മൈനസ് 1/B ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് B ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പോവാം. ഓക്കെ, ഇനി C ആണെങ്കിലോ? C ആണെങ്കിൽ പ്ലസ് 1/C ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് C ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇനി ഇൻ ടേംസ് ഓഫ് D ആണെങ്കിൽ പ്ലസ് 1/D ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഓക്കെ, ഇത് ഞാൻ ഇനി പറയാൻ പോകുന്ന കുറേ കോൺസെപ്റ്റുകളുടെ ബേസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നീറ്റിനും യൂസ് ഉണ്ടാവും, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ റേറ്റ് എന്ന് നമ്മൾ എഴുതുന്നത്, ആവറേജ് റേറ്റ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് ഓർത്ത് വയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോളൂ. എൻ്റെ കയ്യിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ഉണ്ട്, AA + BB gives CC + DD. എങ്ങനെയാ മക്കളെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുക? സാർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെയാണ് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലേ? ഇനി എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ കേട്ടോളൂ. ഈ കാണുന്ന ഈ ടേമിൽ ഈ 1/A മാറ്റി നിർത്തിയാൽ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡ് ബൈ ഡെൽറ്റ T, ആ ടേമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A. അപ്പം നിങ്ങളുടെ എക്സാമിനേഷന് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഈ ടേമാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കോയഫിഷ്യൻ്റ് ഉൾപ്പെടെ ഇത് മുഴുവനല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 1/Aയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോയഫിഷ്യൻ്റ് A കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റേറ്റ് ആയിട്ട് മാറി. എന്നാൽ A ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ടേമിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് B. അതുപോലെ ഈ കാണുന്ന എന്താണ് സിയുടെ ടേമിനെ നമ്മൾ ഇങ്ങനെ എഴുതി, പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് C ഡിവൈഡ് ബൈ ഡെൽറ്റ T. അയാളെ നമ്മൾ വിളിക്കുന്നത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് C, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് C. അപ്പോൾ ഇതിനെന്ത് വിളിക്കൂടാ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് D എന്ന് വിളിക്കും. അപ്പോൾ ഈ ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഞാനിവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റും കൂടെ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ടൈം ഇൻ്റർവെലിനകത്ത് നടക്കുന്നതാണ്, നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്
ആവറേജ് റേറ്റ്. എന്നാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ റേറ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള റേറ്റ്. ആ റേറ്റ് കണ്ടുപിടിക്കാൻ -1/a ഇൻറ്റു സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം. അതുകൊണ്ടാണ് നമ്മൾ d/dt ഓഫ് a എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇനി ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ലാർജ് ചേഞ്ചും ഡി എന്ന് പറയുന്നത് സ്മോൾ ചേഞ്ചുമാണ്. അപ്പോൾ ഇതിനു പകരം ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് വായിക്കണം. എന്തിനാണ് സാർ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വന്നേ, ഇതാ ഇവിടെ നോക്കിയോളൂ. ഇതാണ് നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ആവറേജ് റേറ്റ്. ഇനി നിങ്ങൾ നോക്കിയോളൂ, ഇയാളെ മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ എയെ സാർ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചാൽ ബാക്കിയുള്ളത് മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ് ഇവിടെ ബാക്കിയുള്ളത്. അപ്പോൾ ആ ടേമിന് വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എ ഇൻറ്റു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ എനിക്കിടത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് മാത്രം നോക്കുക. എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പറിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ തന്നിട്ട് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ദ റിയാക്ഷനെ ഈ പറയുന്ന കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ മീനിങ്. ഓക്കെ, അതുപോലെ ഇയാളെയും കണക്ട് ചെയ്താൽ ബി യെ കൊണ്ട് ഇവിടെ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ റിയാക്ഷന്റെ റേറ്റ് തന്നിരുന്നാൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റോ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് പ്രൊഡക്റ്റോ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടേതാണോ ചോദിക്കുന്നത് അയാളുടെ കോഎഫിഷ്യന്റിനെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് കിട്ടാം. ഫോർമേഷൻ ആണെങ്കിൽ റേറ്റ് ഓഫ് ഫോർമേഷനും കിട്ടാം. വളരെ ഈസിയായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. N2 + 3H2 ഈസ് 2NH3. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2? അത് എങ്ങനെ റേറ്റുമായി റിയാക്ട് ചെയ്തിരിക്കുന്നു? അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യന്റ് എത്രയാ? 1 ഇൻറ്റു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് നൈട്രജനും റേറ്റ് ഓഫ് ദ റിയാക്ഷനും സെയിം ആണ് ഈ റിയാക്ഷനിൽ എന്നാണ് നമ്മൾ പഠിച്ചതിന്റെ മീനിങ്. അതുപോലെ നോക്കിയോളൂ, ഇവിടെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ അത് എത്രയാ? 3 ഇൻറ്റു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റേറ്റ് ഓഫ് ദ റിയാക്ഷനും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജനും ഒന്നല്ല. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ എത്രയാണ്? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആണ്. ഇനി റേറ്റ് ഓഫ് ദ റിയാക്ഷൻ തന്നിട്ട് തിരിച്ചിത് ചോദിച്ചാലും നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ പതിയെ മുന്നോട്ട് പോകുന്നു. അടുത്തൊരു ഐഡിയ കൂടെ പറയട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ ആവറേജ് റേറ്റ്. ഞാനിവിടെ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അവരെ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കിയേ. ഈ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡെൽറ്റ ടി അതിന് ഞാൻ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് എഴുതി. അപ്പൊ മൈനസ് എടുക്കണു, ഇത്രയും എടുത്തു. ഇനി ആര് ബാക്കിയുണ്ട് നോക്കളെ? എ. ആ എയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എ ഡിവൈഡഡ് ബൈ ബി എന്നായി. ആ എ ഡിവൈഡ് ബൈ ബി ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവിടെയുള്ള എ ഡിവൈഡ് ബൈ ബി ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഈ ടേമിന്റെ പേരാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കി രണ്ടുപേർ തമ്മിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസോ റേറ്റ് ഓഫ് ഫോർമേഷനോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ മക്കളെ? ഇതവിടെ നോക്കിയോ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറയുന്നത് ഇതവിടെ മേളിപ്പോയി, ഇത് താഴെ. അപ്പം ആരുടേതാണോ നിങ്ങൾ എഴുതുന്നത് അയാളുടെ കോഎഫിഷ്യന്റ് നിങ്ങൾ മേളിൽ എഴുതുക. ആരുടെ റേറ്റുമായാണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് അയാളുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതുക. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് എയും ബിയും ആണെങ്കിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി
ഇൻറ്റു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി എന്ന് എഴുതാം. അതുപോലെ നിങ്ങളത് ഇമാജിൻ ചെയ്തേ, ഞാൻ ബിയും സിയും തമ്മിൽ കണക്ട് ചെയ്യാണ്. അപ്പം ഞാൻ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി ചോദിച്ചാൽ ഉടൻ തന്നെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു അയാളുടെ കോഎഫിഷ്യന്റ് പറയണം. ആരാണ്? ബി ഡിവൈഡഡ് ബൈ ആരുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്? സി. അപ്പൊ അയാളുടെ കോഎഫിഷ്യന്റ് പറയുക. അപ്പൊ ബി ഡിവൈഡഡ് ബൈ സി ഇൻറ്റു എന്താണ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി. ഇത് എഴുതിയും കണ്ടുപിടിക്കാം. പക്ഷെ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വേഗത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയേ, അതുപോലെ എയും സിയും തമ്മിൽ ഇതാ കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി. ഇതാ എയും ഡിയും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ എ ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡി. ഇനി ബിയും സിയും കണക്ട് ചെയ്യാം, സിയും ബിയും കണക്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഐഡിയ ക്ലിയർ അല്ലേ? നിങ്ങളുടെ കമന്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ, എവിടെ പോയി നിങ്ങൾ? ഓക്കെ, ശരി. അടുത്തത് നോക്കിയോ, ഇവിടെ ഒരു റിയാക്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഫോർ ദ റിയാക്ഷൻ N2 plus 3H2 is 2NH3. നോക്കണേ, ഇഫ് ഡി ബൈ ഡി ടി ഓഫ് NH3 അവിടെ കോഎഫിഷ്യന്റ് ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന നിമിഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സാർ തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ ആണ് തന്നിരിക്കുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ വാല്യൂ ഓഫ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് H2. ഈ കോഎഫിഷ്യന്റ് ഇവിടെ എഴുതിയിട്ടില്ല. ഉറപ്പായി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ. ഇനി ആർക്കും അറിയാം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ അഥവാ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് H2. അതെങ്ങനെ മക്കളെ കണ്ടുപിടിക്കുക? ഈക്വൽ ടു ഇവിടെ നോക്കൂ, ഇയാളത് കണ്ടുപിടിക്കണം. അപ്പൊ അയാളുടെ കോഎഫിഷ്യന്റ് മേലെഴുതണം, ഡിവൈഡഡ് ബൈ ആരുമായിട്ടാ കണക്ട് ചെയ്യുക? ഇയാളുടെ വാല്യൂ ആണ് സാർ തന്നിട്ടുള്ളത്, അതുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആ കണക്ട് ചെയ്യുന്ന വാല്യൂ എത്ര മക്കളെ? 2 ഇൻറ്റു ബാക്കി പറഞ്ഞ ഡി ബൈ ഡി ടി ഓഫ് എന്താണ് അമോണിയ. ഇതാണ് ആക്ച്വലി ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ആക്ച്വലി നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇങ്ങനെയൊന്നും നമ്മൾ എഴുതാൻ നിൽക്കില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നു, കണ്ടുപിടിക്കേണ്ടത് ഇയാളുടെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണ് തന്നിരിക്കുന്നത്, ഇയാളുടെ റേറ്റ് ഓഫ് ഫോർമേഷൻ ആണ്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 2 അതാണ് 3 ഡിവൈഡഡ് ബൈ 2. ആ 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് അമോണിയ. അത് എത്രയാണ് വാല്യൂ? 2 ഇൻറ്റു 10⁻⁻⁴ ആണ്. എത്ര ഈസി ആയി ചെയ്യാം. ഈ 2 × 2 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 3 × 10⁻⁴ മോൾ ലിറ്റർ⁻⁻1 സെക്കൻഡ്⁻⁻1. ഇതാണ് യൂണിറ്റിന്റെ എന്താണ് റേറ്റിന്റെ യൂണിറ്റ്. അതവിടെ നമ്മൾ കണ്ടുപിടിച്ചു, 3 × 10⁻⁴. ഇങ്ങനെ ക്വസ്റ്റ്യനുകൾ തരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയി ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അതുപോലെ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് തിരിച്ചു നോക്കാം. ഇങ്ങോട്ട് നോക്കൂ, എക്സാമിനേഷന് ഹൈഡ്രജന്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നിട്ട് അമോണിയയുടെ റേറ്റ് ഓഫ് ഫോർമേഷൻ ആണ് ചോദിച്ചതെങ്കിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ ഇസ് ഈക്വൽ ടു അയാളുടെ കോഎഫിഷ്യന്റ് അത് എത്രയാണ്? 2 ഡിവൈഡ് ബൈ ഇയാളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അയാളുടെ കോഎഫിഷ്യന്റ് 3 ഇൻറ്റു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ. അങ്ങനെ ഈസി ആയിട്ട് അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റും. ഐഡിയ ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഓപ്ഷൻ ഡി, വെരി ഗുഡ്. ഒരുപാട് ഒരു ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഐഡിയ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നോക്കിയോ, ഇൻ ദ റിയാക്ഷൻ BrO3 minus plus 5Br minus plus 6H plus gives 3Br2 plus 3H2. ആയിക്കോട്ടെ. ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബ്രോമിന്റെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഈസ് റിലേറ്റഡ് ടു ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബ്രോമൈഡ്. ഇതാണ് ചോദിച്ചത്. സോ എത്ര സിമ്പിൾ ആണ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബ്രോമിൻ അയാളുടെ കോഎഫിഷ്യന്റ് മേൽ എഴുതി, ഡിവൈഡഡ് ബൈ ആരുമായി കണക്ട് ചെയ്യണം? ബ്രോമൈഡുമായി കണക്ട് ചെയ്യണം, അയാളുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതി. അപ്പോൾ ഇൻറ്റു എന്താ ഡിസപ്പിയറൻസ് ഓഫ് ബ്രോമൈഡ്. അപ്പൊ ഡി ബൈ ഡി ടി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? Br മൈനസ് ഇസ് ഈക്വൽ ടു ഇതാരുടെ നമ്മൾ കണ്ടുപിടിച്ചത്? ഡി ബൈ ഡി ടി ഓഫ് Br2 ആണ് കണ്ടുപിടിച്ചത് അല്ലേ? അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് Br2 ഇസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 5 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? Br മൈനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് Br2 ഇസ് ഈക്വൽ ടു മൈനസ് 5/3 അല്ല, അതുപോലെ 5/3 അല്ല, ഇത് 3/5 ആണ്, ഇത് മൈനസ് 3/5 ആണ്. സോ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് 3/5 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി പറഞ്ഞവർ ഉണ്ട്. എന്താ എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ മക്കളെ? എന്താണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് ഇടണം, ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്, അടിപൊളിയായിട്ട് ഇത് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ അടുത്ത ഐഡിയയിലേക്ക് നമുക്ക് പോവാം.
ഇനി നമ്മൾ പതിയെ ഈ ചാപ്റ്ററിൻ്റെ എന്താണ് വലിയ കോൺസെപ്റ്റുകളിലേക്ക് പതിയെ കടക്കുവാണ്. സിമ്പിൾ കാര്യങ്ങളാണ്. എ പ്ലസ് ബി ബി സി സി പ്ലസ് ഡി ഡി. ഓക്കെ, എന്താണ് ലാ ഓഫ് മാസ് ആക്ഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിച്ചാൽ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ product of active masses അല്ലെങ്കിൽ molar concentration of the reactants raised to a power which is equal to the numerical coefficients in the balanced chemical equation. ഈ balanced chemical equationലെ കോഎഫിഷ്യന്റുകൾ ഇവിടെ മേളിൽ എഴുതുക, അതിന്റെ കോൺസെൻട്രേഷൻ എഴുതി റെഡിയാക്കുക. അപ്പോൾ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതല്ല. അപ്പോൾ ഇതാണ് ലാ ഓഫ് മാസ് ആക്ഷൻ എന്ന് ജസ്റ്റ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷനിൽ റേറ്റ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി ആണ്. അപ്പോൾ റേറ്റ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി ആണ്. ആ കാണുന്ന കെക്ക് നിങ്ങൾ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അറിയുക, ലാ ഓഫ് മാസ് ആക്ഷൻ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അയാൾക്ക് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ഡേറ്റയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഭാഗ്യത്തിന് അത് ഈക്വൽ ആകാം. പക്ഷെ ലാ ഓഫ് മാസ് ആക്ഷൻ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്, ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ലാ ഓഫ് മാസ് ആക്ഷനെ ബേസ് ചെയ്ത് ചില കുഞ്ഞു ക്വസ്റ്റ്യനുകളൊക്കെ ഒരു പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എക്സാം ചോദിച്ചേക്കാം. അപ്പോൾ 2a + 3b gives c + 4d എന്നൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ഞാൻ എഴുതി. അപ്പോൾ ലാ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എയുടെ സ്ക്വയർ അതിവിടെ എഴുതി, ബിയുടെ ക്യൂബ് അത് ഞാൻ എഴുതി. എന്നിട്ട് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയും ഈ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷനിൽ ഇതൊന്നും എഴുതിയിട്ടുണ്ടാവില്ല കേട്ടോ. ഈ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഡബിൾ ചെയ്തു, കോൺസെൻട്രേഷൻ ഓഫ് ബി ട്രിപ്പിൾ ആയി എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ റേറ്റ് എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്. ദ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എയുടെ സ്ക്വയർ ഇൻറ്റു ബിയുടെ ക്യൂബ്. അത് ഞാൻ ഇത് നോക്കി എഴുതിയതാണ്. ഇത് തിയറിറ്റിക്കൽ കോൺസെപ്റ്റാണ്, ഞാൻ വീണ്ടും പറഞ്ഞതേ ഉള്ളൂ. ഇനി എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി, അപ്പോൾ റേറ്റ് ചേഞ്ച് ചെയ്തു. R2 = കെ ഇൻറ്റു എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ നമുക്ക് 2a എന്ന് എഴുതാം. അപ്പോൾ 2aയുടെ സ്ക്വയർ ഇൻറ്റു ബി ട്രിപ്പിൾ ആക്കി, അപ്പോൾ 3bയുടെ ക്യൂബ്. ഓക്കെ, ഇനി R2/R1 സാർ കണ്ടുപിടിച്ചു. അപ്പോൾ കെയും ക്യാൻസലായി, എ സ്ക്വയർ ക്യാൻസലായി, 2 സ്ക്വയർ ബാക്കിയുണ്ട്, 3 ക്യൂബ് ബാക്കിയുണ്ട്. അപ്പോൾ R2 = 2ന്റെ സ്ക്വയർ 4, 3യുടെ ക്യൂബ് 27, 108 R1. നേരത്തെയുള്ള റേറ്റിൻ്റെ 108 ടൈംസ് ആയി ഇപ്പോഴുള്ള റേറ്റ്. ഇതിങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളോട് എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ R2 എന്നെഴുതും. അതാണ് ഫൈനൽ റേറ്റ്. സോ നേരിട്ട് എഴുതാൻ പോവാണ്. R2 = കോൺസെൻട്രേഷൻ ഓഫ് എന്ത് ചെയ്തു, ഡബിൾ ആക്കി. അപ്പോൾ ഡബിൾ ആക്കിയെങ്കിൽ 2 എന്ന് എഴുതണം, ട്രിപ്പിൾ ആക്കിയെങ്കിൽ 3 എന്ന് എഴുതണം, ഹാഫ് ആക്കി എന്ന് പറഞ്ഞാൽ 1/2 എന്ന് എഴുതണം, 1/3 ആക്കി എന്ന് പറഞ്ഞാൽ 1/3, ക്വാഡ്രപ്പിൾ എന്ന് പറഞ്ഞാൽ 4 എന്ന് എഴുതണം. അപ്പം ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്, ഡബിൾ ആക്കി. അപ്പം ഞാൻ 2 എന്ന് എഴുതി. എന്നിട്ട് ആരെയാ ഡബിൾ ആക്കിയത്, അയാളുടെ കോഎഫിഷ്യന്റ് നോക്കണം. അയാളുടെ കോഎഫിഷ്യന്റ് എത്രയാടാ, 2. ആ 2 ഇതിന്റെ മേളിൽ എഴുതണം. ഇനി ബി എന്ത് ചെയ്തു, ട്രിപ്പിൾ ആക്കി. അപ്പൊ ഞാൻ 3 എന്ന് എഴുതി. അയാളുടെ കോഎഫിഷ്യന്റ് എത്രയാ, 3. ആ 3 ആണ് ഈ 3. അപ്പൊ 2^2 × 3^3 × R1 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. 2^2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4. ഇത് എത്രയാണ്, 27. അപ്പോഴും നമുക്ക് ആൻസർ ഇങ്ങനെ തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെ എഴുതിയൊന്നും നോക്കേണ്ടതില്ല, അപ്പൊ സ്വന്തമായിട്ട് ഈസി ആയി ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ മീനിങ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എയെ ഞാൻ ഹാഫ് ആക്കി എന്ന് ക്വസ്റ്റ്യനിലുണ്ടെന്നിരിക്കട്ടെ. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ബിയെ ഞാൻ ഡബിൾ ആക്കി എന്ന് ക്വസ്റ്റ്യനിലുണ്ടെന്നിരിക്കട്ടെ. എങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആൻസർ? വളരെ സിമ്പിൾ ആണ് സാർ. R2 = ഹാഫ് ആക്കി ഞങ്ങൾ 1/2 എന്ന് എഴുതും സാർ. റൈസ് ടു വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എ? കോഎഫിഷ്യന്റ് ഓഫ് എ ഇവിടെ എത്രയാണ്, 2 ആണ്. ആ 2 ഞാൻ ഇവിടെ എഴുതി. ഇൻറ്റു ബി എന്ത് ചെയ്തു, ഡബിൾ ആക്കി. അപ്പൊ 2 എന്ന് എഴുതി. അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്, 3. അത്രയും R1. സോ 1/2ന്റെ സ്ക്വയർ എത്രയാ, 1/4. 2ന്റെ ക്യൂബ് എത്രയാ, 8. അപ്പൊ 8/4 അത്ര വിട്ട് മക്കളെ 2. അപ്പം R2 =
2R1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ ടൈപ്പ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ, ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്തത് ഇനി മക്കളെ ഇത് ലോ ഓഫ് മാസ് ആക്ഷൻ ആണ്. ഇനി റേറ്റ് ലാ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. റേറ്റ് ലാ മീൻസ് ദ ആക്ച്വലി എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും റേറ്റും തമ്മിൽ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റേറ്റ് ലാ എന്നോ ഡിഫറൻഷ്യൽ റേറ്റ് ലാ എന്നോ റേറ്റ് ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ പറയുക. അപ്പൊ അതിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ റേറ്റ് ലാ ഈസ് ഈക്വൽ ടു rate proportional to concentration of A raised to X. ആ എക്സ് എവിടെ നിന്ന് വന്നു സാർ? ആ എക്സ് എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാണ് മക്കളെ. സാർ ഈ എക്സ് എന്ന് പറയുന്നത് എ ആകുമോ സാർ? ഈ എക്സ് എന്ന് പറയുന്നത് ഭാഗ്യത്തിന് ഏതെങ്കിലും റിയാക്ഷനുകളിലൊക്കെ എ ആകാം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി ആണ്. അത് വേണമെങ്കിൽ എപ്പോഴെങ്കിലും എ ആകാം, അല്ലാതെ അത് ആൾവേസ് എ അല്ല. അതുപോലെ ബിയുടെ കോഎഫിഷ്യന്റ് ഇവിടെ ബി ആണെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ അത് വൈ എന്ന് കിട്ടാം. ആ വൈ ക്യാൻ ബി, അത് ചില റിയാക്ഷനുകളിലൊക്കെ ഭാഗ്യത്തിന് ബി ആകും, പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇതിനെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് എന്നും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റിലേഷൻഷിപ്പ് എന്നും വിളിക്കുന്നത്. സോ ദ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ലാ. അപ്പൊ എക്സും വൈയും എക്സ്പെരിമെന്റൽ ആണ് മക്കളെ. ഈ കാണുന്ന റേറ്റ് ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് നിങ്ങൾ കാണാൻ പറ്റും. ആ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ നിങ്ങൾ കണ്ടാൽ ആ പവറിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. ആ പവറിന്റെ പേരാണ് ഓർഡർ. നിങ്ങൾ കാണുക, ഈ കാണുന്ന എക്സിനെ സർ ഓർഡർ എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. വെരി ഇമ്പോർട്ടൻറ്റ്. ആ വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു എ. ഇനി അതുപോലെ അപ്പൊ വൈ എന്താണ് സാർ? വൈ ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഓവറാൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? വെൻ ദേ ആർ ആസ്കിങ് ദ ഓവറാൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, നിങ്ങൾക്ക് എക്സും വൈയും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ എക്സിന്റെയും വൈയുടെയും സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എക്സ്, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി വൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കും മക്കളെ. സാറിന്റെ കയ്യിൽ എ പ്ലസ് ബി പ്ലസ് സി ഗീവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷന്റെ റേറ്റ് ലാ എഴുതാൻ പറഞ്ഞാൽ റേറ്റ് ഈക്വൽ ടു K into concentration of A raised to A എന്ന് എഴുതാമോ? ഇല്ല, കാരണം ഭാഗ്യമുണ്ടെങ്കിൽ അത് എ ആകുള്ളൂ. റൈസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു ഇസഡ് എന്ന് സാർ എഴുതി. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചാടി വീണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എനിക്കറിയാം, കറക്റ്റ് ആണ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ബി വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു സി ഇസഡ് ആണ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി എന്ന് ചോദിക്കുന്നു. വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി എന്ന് ചോദിക്കുമ്പോൾ എക്സ് പ്ലസ് വൈ. വിത്ത് റെസ്പെക്ട് ടു സി ആൻഡ് ഡി എന്ന് ചോദിക്കുമ്പോൾ വൈ പ്ലസ് ഇസഡ്. വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് സി? എക്സ് പ്ലസ് ഇസഡ്. അപ്പൊ അതാണ് കോൺസെപ്റ്റ് ഓഫ് ഓർഡർ എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ അത് 0 എന്ന് കിട്ടാറുണ്ട്. അങ്ങനെ 0 എന്ന് കിട്ടിയാൽ അത് നിങ്ങൾ 0 ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പം ഓർഡർ ക്യാൻ ബി 0. വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഡർ ക്യാൻ ബി 0. ഇനി നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഓർഡർ 1 2 3 4 ഒക്കെ കിട്ടാം. ഓർഡർ 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം. ഓർഡർ 4 കിട്ടുന്നത് റെയർ ആണ്. ചില 1-2 റിയാക്ഷൻസ് ഒക്കെ ഐഡന്റിഫൈഡ് ആണെന്നേ ഉള്ളൂ. അപ്പം ഓർഡർ 0 ആകാം, ഇന്റഗ്രൽ വാല്യൂസ് ആവാം, 1 2 3 ഇന്റഗ്രൽ വാല്യൂസ് ആവാം. ഇനി ചിലപ്പോൾ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഫ്രാക്ഷൻ കിട്ടാം.
കണ്ടുപിടിക്കാം, ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷണൽ. ഇനി ചിലപ്പോൾ നിങ്ങൾ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവും കിട്ടാം. സോ ഓർഡർ ക്യാൻ ബി നെഗറ്റീവ്, ഓർഡർ ക്യാൻ ബി സീറോ, ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷണൽ, ഓർഡർ ക്യാൻ ബി ഇന്റഗ്രൽ. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി പല ഓർഡർ റിയാക്ഷനുകൾക്ക് പല റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഡിഫറൻ്റ് ആയിരിക്കും. അതൊക്കെ നമ്മൾ യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഇപ്പം ഞാൻ അതിനകത്തൂടെ കൺസെപ്റ്റ് അതിനകത്ത് കുത്തി നിറയ്ക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് റേറ്റ് ലാ, എന്താണ് ലാ ഓഫ് മാസ് ആക്ഷൻ, ആ ജസ്റ്റ് ഐഡിയ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ ഒരു ഇനിഷ്യൽ റേറ്റ്, അതായത് ഇത് ഇനിഷ്യൽ റേറ്റ് മെത്തേഡാണ്. ഇനി ഒരുപാട് സമയം എനിക്ക് അങ്ങോട്ട് ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടത്തേക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നതാണ്. ഓക്കെ, ഇത് ഇനിഷ്യൽ റേറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്ന ഒരു ഐഡിയ ആണ്. ഇമാതിരി ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ചോദിക്കാനുള്ള സാധ്യത 100% ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഇത് എങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിന് എക്സാമിനേഷൻ ഹാളിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വരൂ. ഓക്കെ മക്കളെ, നിങ്ങൾ നോക്കി ഇതിനകത്ത് എയും ബിയും കൂടെ റിയാക്ട് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറിയിരിക്കുന്നു മക്കളെ? സി ആയിട്ട് മാറിയിരിക്കുന്നു അല്ലടാ, എ പ്ലസ് ബി. ഓക്കെ, അത് സി ആയിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ് മക്കളെ, എന്തേ പെന്നൊന്ന് കണക്റ്റ് ആവുന്നില്ല. Sorry, just 1 minute. Please wait. Just 1 minute, Bagla. Just 1 minute. Some motion. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ താങ്ക് യു. നമുക്ക് മുന്നോട്ട് പോകാം മക്കളെ. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ആദ്യം ഞാൻ 2 രീതിയും പറയാം. ഓക്കെ, ആദ്യം ഇതെവിടെ നോക്കിയോളൂ. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻസ് നമുക്കിവിടെ ഉണ്ട്. അപ്പം നോർമലി നമ്മൾ ആദ്യം ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആകുന്ന റിയാക്ഷനുകളാണ് ഞാൻ ആദ്യം നോക്കുക, എക്സ്പെരിമെൻറ്റുകൾ. ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആകുന്ന 2 എക്സ്പെരിമെൻ്റ് ഇവിടെ ഉണ്ട്, കണ്ടല്ലോ. ഇവിടെയും ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്. ശരി, അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആക്കിയിട്ട് ഞാൻ അയാളൊന്ന് മാറ്റി നിർത്തും. എന്നിട്ട് അതേ എക്സ്പെരിമെൻറ്റിൽ നോക്കിക്കോളണേ, ഇതുമാണ് എക്സ്പെരിമെന്റ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു എന്നോട്. ഇവിടെ സംഭവിച്ചത് ഇത്ര മാത്രമാണ്. 0.01 to 0.024 ആയി എന്ന് പറഞ്ഞാൽ ഇത് ഡബിളായി. കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ്? റേറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ മീനിങ് റേറ്റും കോൺസെൻട്രേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. റേറ്റും കോൺസെൻട്രേഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ റേറ്റ് ഈക്വൽ ടു K into
കോൺസെൻട്രേഷൻ ഓഫ് എ അതുമായിട്ട് ബന്ധമില്ലെങ്കിൽ റൈസ് ടു ദ പവർ 0, അതാണ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി അടുത്ത കോൺസെൻട്രേഷൻ ഓഫ് ബി, അയാളുമായിട്ട് എന്താ ബന്ധമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അടുത്ത് എയുടെ കോൺസെൻട്രേഷൻ തുല്യമായി വരുന്ന 2 ഇക്വേഷൻസ് നോക്കി. അപ്പോൾ ഈ 2 ഇക്വേഷൻ ഇതും ഞാൻ എടുക്കുന്നു. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഞാൻ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആക്കുന്ന സമയത്ത് അതിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് പകുതിയായപ്പോൾ ഇതെത്രയായിട്ട് മാറിയിരിക്കുന്നു? 0.80, 0.10, 1/8 ആയി. അപ്പൊ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചിന്തിക്കുന്ന നമുക്ക് എളുപ്പം ഇതിനെ അങ്ങോട്ട് കണക്ട് ചെയ്യുക. 0.035 എത്രയായിട്ട് മാറി 0.070. ഇങ്ങോട്ട് ഇത് ഡബിൾ ആയി. അപ്പൊ ഡബിൾ ആകുമ്പോൾ എത്രയായിട്ട് മാറി? 8 ടൈംസ് ആയി. അപ്പൊ ഡബിൾ ആകുമ്പോൾ 8 ടൈംസ് ആകണമെങ്കിൽ 2നെ എങ്ങനെ 8 ആക്കാമെന്ന് നോക്കിയാൽ മതി. അത് 3. അങ്ങനെ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു 0 ഇൻറ്റു ബി റൈസ് ടു 3, അഥവാ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു 3 എന്ന് ഒറ്റ അടിക്ക് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യാം? ആദ്യം ഇവിടുത്തെ റേറ്റ് എഴുതും. അപ്പോൾ റേറ്റ് 0.10 ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ 0.012 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി 0.035 എന്ന് എഴുതി. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ അവിടെ എന്ത് സംഭവിക്കും? 0.024 ഈക്വൽ ടു കെ ഇൻറ്റു അവിടുത്തെ റേറ്റ് എത്രയാ? ഈ റിയാക്ഷൻ, ഒരു മിനിറ്റ് മക്കളെ, ഈ റിയാക്ഷൻ നോക്കണേ. ഈ റിയാക്ഷൻ, ആ റിയാക്ഷൻ്റെ പ്രത്യേകത ഇവിടെയും ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്. അങ്ങനെ എവിടെയും ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ ഇത് നമ്മൾ എഴുതി. അതിനുശേഷം ഇത് എഴുതുന്നു. അവിടെ എത്ര തന്നെയാണ്? 0.10 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 0.024 ഇൻറ്റു 0.035. ഇനി ഈ 2 റിയാക്ഷൻ്റെ എന്താണ് റേഷ്യോ എടുത്ത് ഇത് റൈസ് ടു എക്സ്, ഇത് റൈസ് ടു വൈ, ഇത് റൈസ് ടു എക്സ്, ഇത് റൈസ് ടു വൈ, എന്നിട്ട് ഈ ടേം ക്യാൻസൽ ആയി പോവും. ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുക, പിന്നെ വീണ്ടും അടുത്ത എണ്ണത്തിൽ നിന്ന് വൈ കണ്ടുപിടിക്കുക. ആ രീതിയിലാണ് ചെയ്യാറ്. പക്ഷേ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ അങ്ങനത്തെ സ്റ്റെപ്പുകളിലൂടെ ഒന്നും പോവേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ആകെ ചെയ്ത് ഇത്ര മാത്രം, ഇത് സെയിം ആണ്, അപ്പോൾ ഇതങ്ങ് വെട്ടിക്കളയുക. എന്നിട്ട് ആ 2 റിയാക്ഷൻസ് നോക്കുക. ആ 2 റിയാക്ഷൻ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് ആ 2 റിയാക്ഷൻ. എന്താ പ്രത്യേകത? ഇത് ഞാൻ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത് ഡബിളായി, അപ്പോൾ ഇതിന് മാറ്റമില്ല. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ 0. അടുത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് 2ഉം സെയിം ആക്കി. അപ്പോൾ അത് 2ഉം സെയിം ആക്കുന്ന അത് തന്നെ ഞാൻ എടുക്കുന്നു. എന്നിട്ട് ഇത് സെയിം ആയിട്ട് ഇത് വെട്ടിക്കളഞ്ഞു. അപ്പം ഇത് വെട്ടിക്കളയുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചു? ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചപ്പോൾ ഇത് ഡബിളായി, പക്ഷെ ഇത് 8 ഇരട്ടിയായി. ഇത് ഡബിൾ ആകുമ്പോൾ അതെങ്ങനെ 8 ആകുമെന്ന് അറിയണമെങ്കിൽ ഇതിനെ 3 കൊണ്ട് ചെയ്താൽ മതി. 2⁻³ എടുത്താൽ മതി. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ റൈസ് ടു 3 അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനോട് അങ്ങനെ ചെയ്തു നോക്കാം. വരൂ. ദ റിയാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് 0 ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഒന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിലെ എ ആൻഡ് ബി ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് 0 ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി. 0 ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് കണ്ട നിമിഷം ഞാൻ ഇതിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഞാൻ അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്? ആരുടെയെങ്കിലും കോൺസെൻട്രേഷൻ ഓർഡർ 0 ആണെങ്കിൽ അയാൾക്ക് റേറ്റിൽ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, അയാളെ കട്ട് ചെയ്ത് കളയുക. ഇനി നിങ്ങൾ നോക്കിയേ, ഇയാൾ ഫസ്റ്റ് ഓർഡർ ആണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നോക്കൂ, ഇവിടെ എന്ത് സംഭവിച്ചു? റേറ്റ് ഡബിളായി. റേറ്റ് ഡബിൾ ആയാൽ കോൺസെൻട്രേഷനും ഡബിൾ ആകും. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, ഇത് 0.2 ആകും. എങ്കിലാണ് ഇതിങ്ങനെ ഡബിൾ ആവുക. അടുത്തത് നിങ്ങൾ നോക്കിയോളൂ. ഇത് 2 ആണ്, ഇതും 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 0.1 ആണെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കും? 0.1. കാരണം ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇവിടെ എന്ത് മാറ്റമാണോ നടന്നത് അത് തന്നെ ഇവിടെയും സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കി? ഇവിടെ നോക്കൂ.
ഇത് 0.1 എത്രയായിട്ട് മാറി 0.4. അങ്ങനെ 0.1 0.4 ആയെന്ന് പറഞ്ഞാൽ ഇതിന്റെ 4 ഇരട്ടിയായി. അപ്പൊ ഇതിന്റെ 4 ഇരട്ടി എഴുതണം 4 ടൈംസ്. അതെടാ 8 × 10⁻². അപ്പൊ 0.2 വരണം, 0.1 വരണം, 8 × 10⁻² വരണം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് നിങ്ങൾ റേറ്റ് ലാ എഴുതാൻ പഠിക്കുന്നു. റേറ്റ് ലാ എഴുതാൻ പഠിക്കുന്നതിൻ്റെ പ്രത്യേകത, നിങ്ങളൊരു കോംപ്ലക്സ് റിയാക്ഷൻ, ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിലൂടെ നടക്കുന്ന ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ്റെ മെക്കാനിസം ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിരിക്കുന്നു. ആ മെക്കാനിസത്തിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? റേറ്റ് ലാ കണ്ടുപിടിക്കാൻ പോകുന്നു, ഓർഡർ കണ്ടുപിടിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള റിയാക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന് നോക്കും മക്കളെ. The following mechanism has been proposed for the reaction of NO and Br to form NOBr. ഇവിടെ റിയാക്ട് ചെയ്യുന്നത് NOയും Br2മാണ്, കിട്ടുന്നത് NOBr ആണ്. ഓക്കെ, അവിടെ ഈ റിയാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പിലൂടെയാണെന്ന് മെക്കാനിസം ഇവിടെ എഴുതിയിട്ടുണ്ട്. NOയും Br2ഉം കൂടെ NOBr2 ആകുന്നു. ആ NOBr2 വീണ്ടും NO ആയിട്ട് റിയാക്ട് ചെയ്ത് 2NOBr ആകുന്നു. If the second step is the rate determining step, കൈനറ്റിക്സ് പഠിച്ച നിങ്ങൾക്കറിയാം റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്നത് സ്ലോ സ്റ്റെപ്പാണ് മക്കളെ. അപ്പോൾ ഒരു സംശയവും എനിക്കില്ല, ആ സ്ലോ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ റേറ്റ് എഴുതണം എന്നാണ് കൺസെപ്റ്റ്. അപ്പോൾ റേറ്റ് ഈക്വൽ ടു K into concentration of the reactant. ആരാ റിയാക്റ്റന്റ്? NOBr2. അതുപോലെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO. അപ്പോൾ റിയാക്റ്റന്റ് ആയി കഴിഞ്ഞു. അപ്പോൾ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NOBr2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO. വളരെ സിമ്പിളായി നമ്മൾ എഴുതി. പക്ഷേ നിങ്ങൾ അറിയുക, റേറ്റ് ലാ എഴുതുമ്പോൾ അതിൽ ആക്ച്വലി നമുക്ക് റിയാക്റ്റന്റുകൾ എഴുതാം. ഇനി സംടൈംസ് നമ്മൾ എഴുതി വരുമ്പോൾ പ്രൊഡക്റ്റിന്റെ ടൈമിൽ ആയി പോകാൻ കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾക്കൊരിക്കലും ഇന്റർമീഡിയറ്റിന്റെ ടേമിൽ റിയാക്റ്റന്റ് റേറ്റ് എഴുതാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ റിയാക്റ്റന്റ് ടേമിൽ ഇന്റർമീഡിയറ്റ് എഴുതരുത്, ഇന്റർമീഡിയറ്റിന്റെ ടേമിൽ റേറ്റ് എഴുതരുത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിവേഴ്സിബിൾ റിയാക്ഷനിൽ നിന്ന് നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വരൂ. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ ഞാൻ KEQ എന്ന് എഴുതി ഇസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് NOBr2 divided by concentration of NO into concentration of Br2. ഓക്കെ, ഇനി ഇതിൽ ആരാ മക്കളെ ഇവിടുത്തെ ഇന്റർമീഡിയറ്റ്? സാർ NOയും Br2ഉം റിയാക്റ്റന്റ് ആണ് സാർ. അപ്പൊ NO ഇവിടെ ഉണ്ട്, NOBr2 ആണ് ഇന്റർമീഡിയറ്റ്. അയാളുടെ കോൺസെൻട്രേഷൻ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചോളൂ. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് NOBr2 is equal to KEQ into concentration of NO into concentration of Br2. ഇതാണ് നമ്മുടെ ഐഡിയ. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും നമ്മൾ റേറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ റേറ്റ് ഈക്വൽ ടു K into ഈ കാണുന്ന NOBr2ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? KEQ into concentration of NO into concentration of Br2 എത്ര എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ നോക്കിയോളൂ. NOBr2 എഴുതി കഴിഞ്ഞു. ഇനി ആര് ബാക്കിയുണ്ട്? NO ബാക്കിയുണ്ട്. ആ NOയും കൂടെ നിങ്ങൾ ഇവിടെ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റേറ്റ് ഈക്വൽ ടു K into KEQ into concentration of NO യുടെ സ്ക്വയർ വന്നു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br2 കിട്ടി. വാട്ട് ഈസ് ദ ഓവറാൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് വെരി സിമ്പിൾ, 2 + 1. അത് ആൻസർ 3 ആണ്. പക്ഷേ ഇവിടെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു NO ആണ് ചോദിച്ചത്. വിത്ത് റെസ്പെക്ട് ടു NO ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 2 ആണ്. സോ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മെക്കാനിസം ഉള്ള റിയാക്ഷനുകളിൽ നിന്ന് റേറ്റ് ഇക്വേഷൻ എഴുതാൻ പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അറിയുക ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഞാനൊന്ന് പറയാം. ജസ്റ്റ് നോക്കിക്കോളൂ. നിങ്ങളോട് ചിലപ്പോൾ ഈ റിയാക്ഷന്റെ ഓവറാൾ റേറ്റ് കോൺസ്റ്റന്റ് എത്ര എന്ന് ചോദിക്കും. ഓവറാൾ റേറ്റ് കോൺസ്റ്റന്റ് ഇതാണ്. ഓവറാൾ റേറ്റ് കോൺസ്റ്റന്റ് K into
KEQ. What is the order of the reaction എന്ന് ചോദിക്കും. What is the order of the reaction ചോദിച്ചാൽ 2 + 1 3. What is the order with respect to BRT ചോദിക്കും 1. What is the order with respect to NO? അത് 2. ഇതാണ് ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഐഡിയ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ സാധാരണ JEE മെയിൻ എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കുന്നത് കൊണ്ട് 2 ക്വസ്റ്റ്യനോട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തു നോക്കാം. ഒന്ന് വരും. A2 + B2 is 2AB. ഇവിടെ മെക്കാനിസം നമുക്ക് എഴുതിയിട്ടുണ്ട്. ദ ഓർഡർ ഓഫ് ഓവറാൾ റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ്, എത്രയും വേഗം നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങളോടൊപ്പം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് സ്ലോ സ്റ്റെപ്പ് നോക്കി. ഈ കാണുന്നതാണ് സാർ സ്ലോ സ്റ്റെപ്പ്. ഇതാണ് സ്ലോ സ്റ്റെപ്പ്. ആ സ്ലോ സ്റ്റെപ്പിൽ നിന്ന് റേറ്റ് എഴുതാൻ പോകുകയാണ്. റേറ്റ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ മക്കളെ, K into concentration of A into concentration of B2. പക്ഷേ സാറേ ഈ B2 റിയാക്റ്റന്റ് ആണ് സാർ, പക്ഷേ A2 റിയാക്റ്റന്റ് ആണ്. ഇവിടെ A2 അല്ല, A ആണ്. A ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റിന്റെ ടേമിൽ ഇത് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാണ് സാർ? ഞങ്ങൾ ഇവിടെ റിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ട്. ആ റിവേഴ്സിബിൾ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതും. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞങ്ങൾ ഇന്റർമീഡിയറ്റിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും. അതിനെ ഞങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഫൈനൽ റേറ്റ് ലൈനിലേക്ക് എത്തും. അത് പറഞ്ഞ് കേൾപ്പിച്ചോളൂ മക്കളെ. ഇവിടെ നിന്ന് ഫാസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A2. അപ്പൊ അവിടെ നിന്ന് കോൺസെൻട്രേഷൻ ഓഫ് A2 എത്ര? Concentration of A2 is equal to 1/KEQ into concentration of A into concentration of A, concentration of A square. അപ്പൊ റേറ്റ് ഈക്വൽ ടു നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. സോ A സ്ക്വയർ. അപ്പൊ റേറ്റ് ഈക്വൽ ടു പറഞ്ഞേ K into concentration of ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് എന്താ മക്കളെ? A2 അല്ല, കോൺസെൻട്രേഷൻ ഓഫ് A യിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ KEQ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A2. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് A യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ KEQ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A2. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് A എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KEQ raised to 1/2 root എന്നാണ് into A2 raised to 1/2. This is the concentration of A, the intermediate. അതിനെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ KEQ raised to 1/2 into concentration of A2 raised to 1/2 into concentration of B2. അപ്പൊ നമ്മളെ റിയാക്ഷൻ റേറ്റ് ആയി കഴിഞ്ഞു. റേറ്റ് ഈക്വൽ ടു K into ഇതാണ് ഓവറാൾ റേറ്റ് കോൺസ്റ്റന്റ്. ഇത് A2 raised to 1/2, ഇത് B2, ഇത് റൈസ് ടു എത്രയാണ്? 1. അപ്പൊ 1 ആണ് ഇതിന്റെ ഓർഡർ. ഇതിന്റെ ഓർഡർ 1 എന്നാണ്, ഹാഫ് ആണ്. 1 + ഹാഫ് 1 1/2 എന്ന് കിട്ടും. സോ 1 1/2 ഇവിടെ ഓപ്ഷൻ സി ഇവിടെ കിടപ്പുണ്ട്. അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി. അത് നിങ്ങൾ ചെയ്തില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ചെയ്യാൻ കഴിയില്ല ഞങ്ങളെ കൊണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഈ ക്വസ്റ്റ്യനോടുകൂടി നമ്മൾ ആ കോൺസെപ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓസോണിന്റെ കാര്യം ഇവിടെ സ്ലോ റിയാക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് റേറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3 എന്ന് കിട്ടും. ഇനി O എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആണ്. അയാളുടെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. വരൂ, നമുക്ക് ഈ റിവേഴ്സിബിൾ റിയാക്ഷനിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാം. ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O3. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് O? കോൺസെൻട്രേഷൻ ഓഫ് O ഈസ് ഈക്വൽ ടു KEQ into concentration of O3 divided by concentration of O2. Upper rate equal to K into what is concentration of O? KEQ into concentration of O3 divided by concentration of O2 into. അപ്പൊ ഈ ടൈം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി O3 ബാക്കിയുണ്ട്. ആ O3യും കൂടെ ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ ഫൈനലി എനിക്ക് എന്ത് കിട്ടും മക്കളെ? റേറ്റ് ഈക്വൽ ടു K' പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മക്കളെ. അത് കഴിഞ്ഞിട്ട് O3 into O3. അപ്പോൾ O3 into O3 എത്ര മക്കളെ? O3യുടെ സ്ക്വയർ ഇൻറ്റു O2 raised to -1. ഇതാണ് ഇവിടെ. അപ്പൊ റേറ്റ് ഈക്വൽ ടു
കെ ഡാഷ് ഇൻറ്റു O3 ഇൻറ്റു O2⁻⁻1. എനിക്ക് നിങ്ങളത് പറയാനുള്ളത്, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഓർഡർ ക്യാൻ ബി നെഗറ്റീവ് എന്ന്. അതെ, ഈ റിയാക്ഷനിൽ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു O2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് -1 ആണ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഓസോൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആണ്. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഈ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെക്കാനിസം തന്നു കഴിഞ്ഞാൽ ആ മെക്കാനിസത്തിൽ നിന്ന് നിങ്ങൾ റേറ്റ് ലാ എഴുതും, ഓർഡർ കണ്ടുപിടിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഉറപ്പല്ലേ? മനസ്സിലായില്ലേ മക്കളെ? അടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് ലാ ഫോർ എ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സബ്സ്റ്റൻസസ് എ ആൻഡ് ബി ഈസ് ഗിവൺ ബൈ ദ റേറ്റ് K into concentration of A⁻n into B⁻m. അപ്പോൾ മക്കളെ നോക്കിയോളൂ, റേറ്റ് തന്നിട്ടുണ്ട് R1 ഈക്വൽ ടു K into concentration of A⁻n into concentration of B⁻m. ഇനി എന്താ? ഓൺ ഡബിളിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് A, അപ്പോൾ R2 ഈക്വൽ ടു K into on doubling the concentration of A എന്ന് പറഞ്ഞാൽ A 2A ആയി മക്കളെ റൈസ് ടു n, and having the concentration of B 1/2 B the whole raised to m എന്നായി. The ratio of the new rate to the earlier rate R2 by R1 എത്ര എന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നു. എത്ര സിമ്പിൾ ആണ്. ഇതേ ബൈ ഇത് കെയും ക്യാൻസൽ ആയി സാർ, A⁻n ക്യാൻസൽ ആയി സാർ. ഇനി ബാക്കിയുള്ളത് 2⁻n into ഇനി 1/2 the whole raised to എന്ത് ബാക്കിയുണ്ട്? m ഉണ്ട്. അപ്പോൾ A⁻m into A⁻n is equal to A⁻m plus n ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 2⁻n into 2⁻m എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആൻസർ 2⁻n - m എന്ന് വരും. 1/2 ഇനി ഞാൻ എങ്ങനെ എഴുതി മക്കളെ? 2 ഈ 2നെ മേളിൽ കൊണ്ടുപോയി, അപ്പോൾ 2⁻m മേളിൽ പോയപ്പോൾ 2⁻m എന്നായി. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആൻസർ ഉണ്ട് 2⁻n - m. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള അടുത്തടുത്ത ഐഡിയകളിലേക്ക് നമ്മൾ പതിയെ പോകുന്നു. യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. ഇതൊരു വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും എക്സാമിനേഷന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിക്കോളൂ. ദ റിയാക്ടന്റ് ഈസ് പ്രോഡക്റ്റ് റേറ്റ് ഈക്വൽ ടു K into concentration of A⁻n എന്ന് ഞാൻ എഴുതി. അങ്ങനെ A⁻n എന്ന് എഴുതിയാൽ ആ റിയാക്ഷന്റെ ഓർഡർ n ആണ്. സോ ദിസ് ഈസ് ആൻ nth ഓർഡർ റിയാക്ഷൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ്? യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് എങ്ങനെയാ മക്കളെ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അത് മോൾ ലിറ്റർ⁻⁻1 ഡിവൈഡ് ബൈ ടൈം ടേക്കൺ, അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ മോൾ ലിറ്റർ⁻⁻1 സെക്കൻഡ്⁻⁻1. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഗ്യാസുകളുടെ കേസിൽ പാർഷ്യൽ പ്രഷറാണ് പറയുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ATM ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അപ്പോൾ ATM സെക്കൻഡ്⁻⁻1 ബാർ സെക്കൻഡ്⁻⁻1 ടോർ സെക്കൻഡ്⁻⁻1 എന്നൊക്കെ പറയാം. ഒരു കുഴപ്പവുമില്ല. ഇവിടെ നമ്മൾ പൊതുവെ മോൾ ലിറ്റർ⁻⁻1 സെക്കൻഡ്⁻⁻1. ഇനി യൂണിറ്റ് ഓഫ് K. ഓക്കെ, യൂണിറ്റ് ഓഫ് K ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ഡിറൈവ് ചെയ്യാൻ സമയമില്ല, നമുക്ക് ആവശ്യമുള്ള കൺസെപ്റ്റ് വ്യക്തമായി പറയാം. Kയുടെ യൂണിറ്റ് മോൾ ലിറ്റർ⁻⁻1 the whole raised to 1 - n second⁻⁻1. ഇത് നിങ്ങൾ എന്താണ് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ വളരെ എളുപ്പത്തിന് ഇവിടെ ഇനിയിപ്പോൾ എന്തായാലും ഇത് പറഞ്ഞു വെച്ചിട്ട് പോയില്ലെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട. K ഈക്വൽ ടു ഇവിടെ ഒന്ന് പറഞ്ഞോളൂ. K ഈക്വൽ ടു റേറ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A⁻n. അപ്പോൾ റേറ്റിന്റെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ⁻⁻1 സെക്കൻഡ്⁻⁻1 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? A⁻n. A⁻n എന്താ? മോൾ ലിറ്റർ⁻⁻1 the whole raised to n. അപ്പോൾ ഇത് whole raised to 1 ആണ്, താഴെ whole raised to n ആണ്. A⁻m by A⁻n is equal to A⁻m - n. അപ്പോൾ ഇവിടെ 1 - n. അങ്ങനെയാണ് ഈ 1 - n വന്നത് സെക്കൻഡ്⁻⁻1. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. മോൾ ലിറ്റർ⁻⁻1 the whole raised to 1 - n സെക്കൻഡ്⁻⁻1. എപ്പോൾ ചോദിച്ചാലും പറയണം.
ഇനി മോൾ റൈസ് ടു 1 മൈനസ് n, ലിറ്റർ റൈസ് ടു n-1, സെക്കൻഡ് റൈസ് ടു -1. അതെന്താ ചെയ്തത്? ഈ 1 മൈനസ് എന്നിനെ ഇയാൾക്കിട്ട് അപ്ലൈ ചെയ്തു, അപ്പോൾ 1 മൈനസ് n. പിന്നെ ഇത് ഇയാൾക്കിട്ട് അപ്ലൈ ചെയ്തു, അപ്പോൾ ഇത് നേരെ തിരിഞ്ഞു, ഈ -1 ഉണ്ട്, അപ്പോൾ n-1. പിന്നെ സെക്കൻഡ് റൈസ് ടു -1. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്താൻ നല്ലത്. ഇവിടെ നിന്ന് നിങ്ങളുടെ എക്സാമിനേഷന് ഏതെങ്കിലും റിയാക്ഷൻ്റെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ട് അവിടെ നിന്ന് ഓർഡർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും എന്താണ് അത് ഏത് ഓർഡർ ആണെന്ന് ഗസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോളൂ, ഓർഡർ എത്രയാണ് ഇവിടെ? nth ഓർഡർ റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. ലിറ്ററിന്റെ പവറിലേക്ക് നോക്കൂ, ലിറ്ററിന്റെ പവർ എത്രയാണ്? n-1 എന്ന് പറഞ്ഞാൽ ലിറ്ററിന്റെ പവർ n-1 ആണെങ്കിൽ അതിനോട് നിങ്ങൾ 1 ആഡ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് n കിട്ടും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഇതുപോലെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ട് ഓർഡർ നോക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ലിറ്ററിന്റെ പവറിനോട് 1 ആഡ് ചെയ്താൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആയി. ലിറ്ററിന്റെ പവറിനോട് 1 ആഡ് ചെയ്താൽ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ നോക്കിക്കോളണേ, ഇത് ഞാൻ 0 ഓർഡർ എടുത്തു. 0 ഓർഡർ റിയാക്ഷനിൽ ഈ എന്നിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ മോൾ ലിറ്റർ റൈസ് -1, സെക്കൻഡ് റൈസ് -1. ഉറപ്പായും എൻട്രൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ യൂണിറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ഹാവ് സെയിം യൂണിറ്റ്. അപ്പൊ റേറ്റിനും റേറ്റ് കോൺസ്റ്റന്റിനും ഒരേ യൂണിറ്റ് വരുന്ന റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? 0 ഓർഡർ റിയാക്ഷൻ ആണ്. അതുപോലെ ഇവിടെ നോക്കിയോളൂ, ഇവിടെ 1 കൊടുത്താൽ ഫസ്റ്റ് ഓർഡർ ആയി, അപ്പൊ സെക്കൻഡ് റൈസ് ടു -1. എവിടെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് സെക്കൻഡ് റൈസ് ടു -1 കണ്ടു കഴിഞ്ഞാലും ആ നിമിഷം നിങ്ങൾ വിളിച്ചു പറയണം ഓർഡർ ഈസ് 1. അപ്പൊ സാറേ ലിറ്ററിന്റെ പവർ എത്ര? ഇവിടെ ലിറ്റർ ഇല്ലല്ലോ, അപ്പൊ ലിറ്ററിന്റെ പവർ 0, അതിനോട് 1 ആഡ് ചെയ്യൂ. 1 ആഡ് ചെയ്യാൻ എത്രയാണ്? അത് 1 എന്ന് തന്നെ കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓർഡറാ. ഇവിടെ ലിറ്ററിന്റെ പവർ എത്രയാ? -1. 1 ആഡ് ചെയ്യൂ, അപ്പൊ 0 ഓർഡർ എന്ന് കിട്ടും. അതുപോലെ മോൾ റൈസ് ടു, ഇവിടെ 2 കൊടുക്കുന്നു, മോൾ റൈസ് ടു -1, ലിറ്റർ സെക്കൻഡ് റൈസ് ടു -1. ഈ ഐഡിയ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്ക് മുന്നോട്ട് പോകാം. ഫോർ ദ റിയാക്ഷൻ 2N2O5 gives 4NO2 plus O2. റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആർ. റേറ്റ് തന്നിട്ടുണ്ട്, റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് കാണുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞു യെസ് ദിസ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. യെസ്, കാരണം അവിടെ സെക്കൻഡ് റൈസ് ടു -1 ആണ്. ആ നിമിഷം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ദെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സാർ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O5 എന്ന് എഴുതി. സാധാരണ നാം അറിയാതെ ഈ കോഎഫിഷ്യന്റ് ഇവിടെ എഴുതാൻ നമുക്ക് തോന്നിയേക്കും. എഴുതരുത്, റേറ്റ് ലായിൽ അത് എഴുതരുത്. അത് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി ആണ്. അവിടെ എഴുതേണ്ടത് എത്രയെന്ന് ഈ ക്വസ്റ്റ്യനിൽ നേരാം വണ്ണം പറഞ്ഞിട്ടില്ലെങ്കിലും വളഞ്ഞ വഴിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് റൈസ് ടു -1, സെക്കൻഡ് റൈസ് -1 ഫസ്റ്റ് ഓർഡർ. അപ്പൊ സാറ് ഫസ്റ്റ് ഓർഡർ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? റേറ്റ് എത്ര? 1.02 into 10 raised to -4 equal to K into concentration of N2O5. K എത്ര? K തന്നിട്ടുണ്ടല്ലോ, 3.4 into 10 raised to -5 into concentration of N2O5. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയും വേഗം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് പറയാവുന്നതാണ്. വേഗം പറഞ്ഞോളൂ. ഓക്കെ, സോ കോൺസെൻട്രേഷൻ ഓഫ് N2O5 is equal to, പറഞ്ഞോളൂ മക്കളെ. ഇതിവിടെ എത്ര? 1 into 10 raised to 1.02. നമുക്ക് 1 എന്ന് എടുക്കാം, കുഴപ്പമില്ലല്ലോ. 1 into 10 raised to -4 divided by അല്ലേ 3.4 into 10 raised to -5. ഇത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. എവിടെ പോയി നിങ്ങളുടെ ഓപ്ഷൻ ബി? ആൻസർ 3 ആണോ വന്നത്? 1 ഡിവൈഡ് ബൈ 1/3. അതെ, 3 വരും. ഓക്കെ, ശരി. അപ്പോൾ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്കത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അടുത്ത ഐഡിയ ഒക്കെ പറയട്ടെ. ഓക്കെ, അടുത്തത് ഇനി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓർഡറിൽ സമാധാനമായിട്ട് പറയാം. ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, ഞാൻ വിഘ്നേഷ്, അനസ്, എയ്സൻ ഒക്കെ ഓപ്ഷൻ ബി പറഞ്ഞ മക്കളെ ഞാൻ മുന്നോട്ട് പോവാണ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ.
ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഓക്കെ, എൻ്റെ കയ്യിൽ ദാ റിയാക്റ്റൻ്റ് ഉണ്ട്. ആ റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറി? പ്രോഡക്റ്റ് ആയിട്ട് മാറി. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ T=0 ആണ്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, T=0. R എന്ന് പറയുന്നത് ദാ ഇവിടെ ഞാൻ R0 എന്ന് എഴുതിയിട്ടുണ്ട്. R0 ഈസ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ്. അപ്പോൾ R0 എന്താ? റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ്. റിയാക്ഷൻ T=0 ആണ്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ് മക്കളെ? 0. അത് കഴിഞ്ഞു, T എന്ന സമയം കഴിഞ്ഞു. T എന്ന സമയം കഴിയുമ്പോൾ ഇപ്പോൾ R0 ഇല്ല. 0 എന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ് R0. ഇപ്പോൾ കോൺസെൻട്രേഷൻ എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറി. അപ്പോൾ ആദ്യം 5 ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ഉള്ളൂ എങ്കിൽ 5 - 2 3 എന്തായിട്ട് മാറി? പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ R0 - R ആണ് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഐഡിയ ആണ്, R0യും R-ഉം. പക്ഷേ JEEയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ അവിടെ A0 ഉപയോഗിച്ചോ C0 ഉപയോഗിച്ചോ എയും എക്സും ഉപയോഗിച്ചൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടി മാത്രം ഇതൊക്കെ എഴുതിയിട്ടെന്നേ ഉള്ളൂ. R0ക്ക് പകരം A0, R-ന് പകരം A. അതുപോലെ പ്രൊഡക്റ്റ് ഇത് ആദ്യം 0, R0 - R-ന് പകരം A0 - A. ഇനി ഇതൊരു പ്രത്യേക രീതിയാണ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ A എന്നെടുക്കുന്നു. അപ്പോൾ ഇവിടെ എത്രയാണ്? 0. കുറേ സമയം കഴിയുമ്പോൾ പ്രൊഡക്റ്റ് എത്രയുണ്ടായി? X ഉണ്ടായി. ഇനി ബാക്കി എത്രയുണ്ട്? A - X ബാക്കിയുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ A ഉണ്ടായിരുന്നു, X പ്രൊഡക്റ്റ് ആയിട്ട് മാറി, ബാക്കിയുള്ളത് എത്രയാണ്? A - X. അപ്പം ഇവിടെ നിന്ന് നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇവിടുത്തെ റേറ്റ് ഇക്വേഷൻ ഡെറിവേഷൻ ഇപ്പോൾ ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ K R0 - R divided by T. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, R0 - R divided by T. അപ്പോൾ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ A0 - A divided by T കാണാം, C0 - C divided by T കാണാം. അല്ലെങ്കിൽ R0 - R-ന് പകരം ഇവിടെ കിടക്കുന്ന X ആണ്. അപ്പോൾ K=X/T എന്നും കാണാം. അതുകൊണ്ട് ഇതും നിങ്ങൾ ഓർത്തു വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി ഇയാളെ നോക്കൂ. ഇയാളെ നോക്കിക്കഴിഞ്ഞാൽ ഈ T-യെ ഞാൻ ഇങ്ങോട്ടെടുത്തു, അപ്പോൾ എനിക്ക് KT എന്ന് കിട്ടി. ബാക്കി R0 - R. ഇവിടെ നിന്ന് ഈ -R ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി, KT ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ R = -KT + R0. ഇത് പറഞ്ഞു തരുന്നത് ഈ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാവണം. അതിനെ ഇങ്ങനെ ഈ ടേമൊക്കെ അറേഞ്ച് ചെയ്താൽ നിങ്ങളെ കൊണ്ട് കഴിയണം. അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ സാർ Y = mx + c ആണ്. Y = mx + c ആണ്. അപ്പോൾ Y ആക്സിസിൽ ആര്? R എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ്. ഈ X ആക്സിൽ ആരാണ്? T, അതാണ് ടൈം. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റും ടൈമും തമ്മിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നു. അങ്ങനെ ഗ്രാഫ് വരച്ചാൽ എന്ത് പറ്റും മക്കളെ? യു വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ. അത് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആണെന്ന് ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്. -K ആണ് സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ സ്ലോപ്പിംഗ് അപ്വേർഡും, സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ സ്ലോപ്പിംഗ് ഡൗൺവേർഡും ആണ്. ദാ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആണ്. വാട്ട് ഈസ് ദ സ്ലോപ്പ്? സ്ലോപ്പ് =-K. ദാ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യുന്നത് ആ സ്ഥലത്തിന് നമുക്ക് എന്ത് വിളിക്കാം? R0 എന്ന് വിളിക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിനേഷന് ഒരു ഗ്രാഫിങ്ങിനെ വരച്ചു തരും. ഇവിടെയൊക്കെ വാല്യൂകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ പോയിന്റിൽ ടച്ച് ചെയ്തിരിക്കുക. എന്നിട്ട് വാട്ട് ഈസ് എ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്നായിരിക്കും എക്സാം ചോദിക്കുന്നത്. ഫോർ ദി 0 ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിക്കും. അങ്ങനെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ചോദിച്ചാൽ ആ നിമിഷം R0 ആണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഇത് എവിടെ വന്ന് ടച്ച് ചെയ്തോ ആ വാല്യൂ നോക്കുക, അത് ബബിൾ ചെയ്യാൻ പോവുക. അതാണ് ഞാൻ പറഞ്ഞ ഐഡിയ. നിങ്ങളുടെ എക്സാമിനേഷന് ഫോർ എ 0 ഓർഡർ റിയാക്ഷൻ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് വരച്ചപ്പോൾ സ്ലോപ്പ് X എന്ന് കിട്ടി എങ്കിൽ K എത്ര എന്ന് ചോദിക്കും. സ്ലോപ്പ് X എന്ന് കിട്ടിയാൽ K എത്ര? അപ്പോൾ X = -K, K = -X. അപ്പം സ്ലോപ്പ്
സ്ലോപ്പിൻ്റെ സൈൻ മാറ്റിയാൽ കെ ആകും വെൻ യു പ്ലോട്ട് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് വേഴ്സസ് ടൈം ഫോർ വിച്ച് ഓർഡർ റിയാക്ഷൻ, സീറോ ഓർഡർ റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ്. അങ്ങനെ സ്ലോപ്പ് തന്നിട്ട് കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ വാല്യൂ തന്നിട്ട് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ നിങ്ങളോട് ചോദിക്കാം. അതാണ് ഇതിൻ്റെ ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഗ്രാഫ് നിങ്ങൾ നേരാമണ്ണം പഠിക്കണം. ഐഡിയ ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങൾ കാണുന്നില്ലല്ലോ മക്കളെ, എവിടെ പോയിടാം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ, ഈ ഗ്രാഫ് ഇത്രയും പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ വിച്ച് ഓർഡർ റിയാക്ഷൻ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും. K is equal to 1/T into ln R0/R. K എന്താ? റേറ്റ് കോൺസ്റ്റന്റ്. T എന്താണ്? ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച്. R0 എന്താ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. R എന്താണ് മക്കളെ? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആഫ്റ്റർ എ ടൈം T. ln ഉള്ള ഈ ഇക്വേഷനും LOG ഉള്ള ഈ ഇക്വേഷനും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഉറപ്പായും എക്സാമിനേഷന് LNന്റെ എന്താണ് ഗ്രാഫ്, LOGയുടെ ഗ്രാഫ്, ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഗ്രാഫുകൾ നിങ്ങളുടെ NCERT ബുക്കിലുണ്ട്. ആ രണ്ട് ഗ്രാഫുകളെ വളരെ വ്യക്തമായി 4 ഗ്രാഫുകളായി ഞാൻ പറയുന്നു. ക്ലിയർ ആയിട്ട് കേട്ടത് മനസ്സിലാക്കുക. സോ K ഈക്വൽ ടു 1/T into ln R0/R. K is equal to 1/T into ln R0/R. ഇതിന് ഞാൻ ln R0/R മാത്രം ഇവിടെ എഴുതി. ഈ ടിയെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ KT എന്ന് എഴുതി. ln R0/R is equal to KT. ഈ കാണുന്ന ഇക്വേഷൻ y is equal to mx plus c ആണ്. c എവിടെ സാറേ എന്ന് ചോദിക്കേണ്ട. ഇതാണ് y എങ്കിൽ, ഇതാണ് mx എങ്കിൽ പ്ലസ് സി. അപ്പോൾ ഇവിടെ +0 എന്ന് എടുത്താൽ മതി. അതിൻ്റെ മീനിങ് ഇതിനെ ഗ്രാഫ് വരച്ചാൽ y ഇന്റർസെപ്റ്റ് 0 ആണ്. മീൻസ് ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് the straight line will start from the origin എന്നാണ് മീനിങ്. നമുക്ക് നോക്കാം. y ആക്സിസിൽ നമ്മൾ ln R0/R എടുത്തു. x ആക്സിൽ നമ്മൾ t എടുക്കുന്നു, ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഗ്രാഫിന്റെ സ്ലോപ്പിംഗ് അപ്വേർഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? K ആണ്, ഇത് പോസിറ്റീവ് ആണ്, സ്ലോപ്പിംഗ് അപ്വേർഡ് ആണ്. അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? ഒറിജിനൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ് 0. ഇങ്ങനെ എഴുതി. അപ്പോൾ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു K. എക്സാമിനേഷന് ln R0/R വേഴ്സസ് T വരച്ചപ്പോൾ സ്ലോപ്പ് ഇത്ര കിട്ടിയെങ്കിൽ K എത്ര കിട്ടിയെന്ന് എൻട്രൻസ് ചോദിക്കും. ആ ചോദിക്കുന്ന നിമിഷം തന്നിരിക്കുന്ന സ്ലോപ്പ് തന്നെ ആൻസറായി ബബിൾ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ln R0/R Tയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ് സ്ലോപ്പ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു K ആണ്. അപ്പോൾ സ്ലോപ്പ് വന്നിട്ട് K ചോദിച്ചാൽ നിങ്ങൾ ആ നിമിഷം പറയണം സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു K. അപ്പോൾ K ചോദിച്ചാൽ സ്ലോപ്പ് എത്രയാണോ അത് തന്നെ ബബിൾ ചെയ്യാം. ഐഡിയ ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ln R0/R ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി. ln R ഒന്ന് നോക്കണം മക്കളെ, ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ln R0, അപ്പൊ ഇത് log A/B ആണ്. അപ്പൊ ln R0 മൈനസ് ln R വരും ഈക്വൽ ടു KT. അപ്പൊ ഈ മൈനസ് ln വേണ്ട. ഇനിയിപ്പോ ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി കാണിച്ചു തരാം മക്കളെ. ln R0 മൈനസ് ln R ഈക്വൽ ടു KT. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ മൈനസ് ln R അപ്പുറത്തുണ്ട്, ഇപ്പൊ പ്ലസ് ആയി. ഈ KT ഇപ്പോഴുണ്ട്, മൈനസ് KT ആയി. ഇത് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ എനിക്കിടത്ത് പറയാനുള്ളത്, ഈ ഗ്രാഫുകൾ ഗ്രാഫുകൾ നല്ലോണം മനസ്സിലാക്കി വെക്കണം. പക്ഷെ ഒരു പക്ഷേ എങ്ങാനും ഈ പറയുന്ന ഗ്രാഫ് മറന്നാറ്റം പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ടേമും Tയും എഴുതിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ln R y ഈക്വൽ ടു mx പ്ലസ് c ഫോർമാറ്റ് ആണ്. y ആക്സിസിൽ ആര്? ln R. അതുപോലെ x ആക്സിൽ ആര്? T. ഓക്കെ, ഇനി ഇവിടെ എത്രയാണ്? ഇത് y ഇന്റർസെപ്റ്റ് ln R0. സോ ഇതും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നു. സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആണെന്ന് ആർക്കും അറിയാം. മൈനസ് ആണ്, അപ്പൊ മൈനസ് K. അപ്പൊ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് K. ഇതാണ് y ഇന്റർസെപ്റ്റ് ln R0. ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ എക്സാമിനേഷന് ln R വേഴ്സസ് T വരച്ചിട്ട് സ്ലോപ്പ് തന്നിട്ട് K ചോദിക്കും. ഇപ്പോൾ സ്ലോപ്പ് തന്നിട്ട് K ചോദിച്ചാൽ സ്ലോപ്പ് തന്നെ ബബിൾ ചെയ്യരുത്, സൈൻ മാറ്റിയിട്ട് ബബിൾ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി
ഈ ഇക്വേഷൻ k is equal to 2.03 divided by t logarithm of r0/r. നിങ്ങൾക്കറിയാം ഇത് ln ആണ്, ഇത് log ആണ്. lns r log യുടെ ടേമിലേക്ക് മാറ്റിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ k is equal to 2.03 divided by t logarithm of r0/r. ഇവിടെ log r0/r is equal to എത്ര കിട്ടി? ഈ പറയുന്ന t ഇപ്പുറത്ത് കൊണ്ടുപോയി ഇത് താഴെ വന്നു, kt divided by 2.03. ഇത് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ log r0/r വേഴ്സസ് t വരയ്ക്കുമ്പോൾ സ്ലോപ്പ് തരും. സ്ലോപ്പ് തന്നിട്ട് k ചോദിക്കും. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ k അല്ല, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു k ഡിവൈഡഡ് ബൈ 2.03 ആണ്. സോ കെയർഫുൾ ആയത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ലോപ്പ് തരും, k ചോദിക്കും. നേരത്തെ ln r0/r t ആണെങ്കിൽ സ്ലോപ്പ് തന്നാൽ അത് തന്നെയാണ് k. log ആണെങ്കിൽ 2.02 ഡിവൈഡ് ചെയ്യണം, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ലോഗരിതം ഓഫ് r0 മൈനസ് ലോഗരിതം ഓഫ് r എന്ന് എഴുതി റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയത്. ലോഗരിതം ഓഫ് r ഇവിടെ എഴുതിയിട്ടുണ്ട്, t ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മൈനസ് ആണ്. സോ മൈനസ് ആണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട. അവിടെ ഒരു ആ ഗ്രാഫ് അവിടെ വരച്ചിരിക്കുന്നത് മിസ്റ്റേക്ക് ആണ്. അപ്പം ഞാനതിന് ഗ്രാഫ് വരയ്ക്കാൻ നോക്കിയേ. ഇവിടെ വരയ്ക്കേണ്ട ഇത്ര മാത്രം, ലോഗരിതം ഓഫ് r വേഴ്സസ് എന്താണ് t ഗ്രാഫ് വരയ്ക്കുന്നു. log r വേഴ്സസ് t ആ ഗ്രാഫാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ആ ഗ്രാഫ് ഞാൻ വരയ്ക്കുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും, സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആണ്. അതിൻ്റെ സ്ലോപ്പ് ഞാൻ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ സോ വെരി സിമ്പിൾ ആണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് k ഡിവൈഡഡ് ബൈ 2.03 ആണ്. ഇതാണ് y ഇന്റർസെപ്റ്റ്. ആ y ഇന്റർസെപ്റ്റ് എന്താണ്? ലോഗരിതം ഓഫ് r0 ആണ്. ആൻറ്റി ലോഗരിതം കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. log r വേഴ്സസ് t ഇത് വരച്ചു. അതിൻ്റെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ് ലോഗരിതം ഓഫ് r0. y ഇന്റർസെപ്റ്റ് 1 എന്ന് കിട്ടി എങ്കിൽ വാട്ട് ഈസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് ചോദിക്കാം. വെരി സിമ്പിൾ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 10, കാരണം ലോഗ് 10 ആണ് 1. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ന്യൂമറിക്കൽസ് ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കണം. ഓക്കെ, ഐഡിയ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ശരി, ഇനി നമ്മൾ ഹാഫ് ലൈഫിലേക്ക് പോകുന്നു. ഹാഫ് ലൈഫ് എല്ലാവർക്കും അറിയാം, ഒരു റിയാക്ഷൻ്റെ പകുതി കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ അവിടെയുള്ള റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ പകുതി ആവാൻ എടുക്കുന്ന സമയത്തിന് വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ്. ടൈം റിക്വയർഡ് ടു റീച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ. ആദ്യം ഉണ്ടായിരുന്ന വാല്യൂവിൻ്റെ മീൻസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ്. ഒരുപാട് കാര്യങ്ങൾ ഹാഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അപ്പോൾ ആദ്യം സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എങ്ങനെ? സീറോ ഓർഡർ റിയാക്ഷൻ്റെ k എത്രയാണ്? k r0 മൈനസ് r ഡിവൈഡഡ് ബൈ t ആണ്. എഴുതി ഡിറൈവ് ചെയ്യുന്നില്ല. t എന്ന് പറയുന്നത് t ഹാഫ് ആകുമ്പോൾ r-ന് എന്ത് പറ്റും? r-ന് എന്ത് പറ്റാനാണ് മക്കളെ? r എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ്. t ഹാഫ് ആകുമ്പോൾ ഇത് പകുതിയാകും. അപ്പോൾ ആദ്യം ഉള്ളതിൻ്റെ പകുതിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് r0/2. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. സോ t ഹാഫ് ഇസ് ഈക്വൽ ടു r0 ഡിവൈഡ് ബൈ 2, പിന്നെ k ബാക്കിയുണ്ട്. ഈ ഇക്വേഷൻ മസ്റ്റായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഫോർ വിച്ച് ഓർഡർ റിയാക്ഷൻ? സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ റിയാക്ഷൻ്റെ t ഹാഫ് r0 ഡിവൈഡ് ബൈ 2k. 2 കോൺസ്റ്റന്റ് ആണ് സാർ, k കോൺസ്റ്റന്റ് ആണ് സാർ. ഇവിടെ ഈക്വൽ ടു ഉണ്ട് സാർ. ഈക്വൽ ടുവിനും ഈ കോൺസ്റ്റന്റുകൾക്കും പകരം ഞങ്ങൾ പ്രൊപ്പോർഷണാലിറ്റി ഇടും സാർ. അപ്പോൾ t ഹാഫ് പ്രൊപ്പോർഷണൽ ടു r0 എന്നെഴുതാം. half life of zero order reaction is directly proportional to the initial concentration of the reactant. important നിങ്ങളുടെ എക്സാമിനേഷൻ ചോദിക്കും. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ a എന്ന് എഴുതാം. അപ്പോൾ t ഹാഫ് പ്രൊപ്പോർഷണൽ ടു a. ഇമ്പോർട്ടൻറ്റ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് what is the time required to complete the reaction? What is the time required to complete the reaction? എക്സാം ചോദിക്കാറുണ്ട് കേട്ടോ. ഫോർ സീറോ ഓർഡറിനാണ് ഇത് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷന് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അപ്പോൾ ഇവിടെ നോക്കുക, k ഈക്വൽ ടു r0 മൈനസ് r ഡിവൈഡഡ് ബൈ t. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ റിയാക്ഷൻ മീൻസ് ഇപ്പോൾ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്ര?
റിയാക്ഷൻ കംപ്ലീറ്റ് ആയി സർ. അതുകൊണ്ട് R എന്ന് പറയുന്നത് 0 ആണ്. ഇത് 0 ആണെങ്കിൽ ബാക്കി എത്ര? K is equal to R0/T. അപ്പോൾ T എത്ര? R0/K. അപ്പോൾ T എന്ന് പറയുന്നത് R0/K അല്ലെങ്കിൽ T is equal to A/K. ഓക്കെ, ഈ ഐഡിയയും നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു വെച്ചിരിക്കണം. അപ്പം 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ റിയാക്ഷനും അതുപോലെ എന്താണ് ഹാഫ് ലൈഫ് പീരീഡും, ഈ 2 ടേമും മനസ്സിലാക്കി വയ്ക്കുക. ഇത് ആവശ്യമുണ്ട്. ഞാൻ മുന്നോട്ട് ഫസ്റ്റ് ഓർഡർ പറയട്ടെ, അത് വന്നതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് പറയാം. ഓക്കെ, നോക്കൂ. ഹാഫ് ലൈഫ് ആരുടെ ഓർഡറാണ്? ഫസ്റ്റ് ഓർഡർ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓർഡറിന് ടി ഹാഫ് നമ്മൾ ഡിറൈവ് ചെയ്ത് വരണം. അപ്പോൾ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ K എന്ന് കിട്ടും. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇത് മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ K കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് കോൺസ്റ്റന്റ് മാത്രമാണ്. അപ്പോൾ ടി ഹാഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഫോർ വിച്ച് ഓർഡർ റിയാക്ഷൻ? ടി ഹാഫ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ വിച്ച് ഓർഡർ റിയാക്ഷൻ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇത് ഫസ്റ്റ് ഓർഡറാണ്. ഇനി അടുത്ത് ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റുമായിട്ട് ഒരു ബന്ധവും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ റൈസ് ടു 0 എന്നിട്ടു. അതുപോലെ ഇവിടെ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു A/0. ഒരു ബന്ധവും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു A. ഏത് ഓർഡറിന്? 0 ഓർഡറിന്. ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു A/0. ഏത് ഓർഡറിന്? ഫസ്റ്റ് ഓർഡറിന്. അങ്ങനെ ഇത് എയും ഇത് A/0 ആണെങ്കിൽ, ഇത് A/1 ഇത് A/0 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് ഗസ് ചെയ്യാം ഇത് A/-1, ഇത് A/-2. അപ്പോൾ തേർഡ് ഓർഡറിന് ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു A/-2. ഫോർത്ത് ഓർഡർ വെച്ച് ഞങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയും, പറഞ്ഞോളൂ. ഫോർത്ത് ഓർഡർ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു A/, എത്ര മക്കളെ? -3. അങ്ങനെയാണെങ്കിൽ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു A/2 എത്ര? ഈ -2 -1 0 1 കിട്ടണമെങ്കിൽ അത് A/എത്ര വരണം? 1 - n വരണം. നിങ്ങളൊന്ന് വാല്യൂ ഇട്ട് നോക്കിയേ. 0 ഇട്ടാൽ A/1 കിട്ടും. അതുപോലെ 1 ഇട്ടാൽ A/0 കിട്ടും. അതുപോലെ സെക്കൻഡ് ഓർഡർ 2 ഇട്ട് കഴിഞ്ഞാൽ -1 കിട്ടും. അപ്പോൾ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു A/1 - n. അല്ലെങ്കിൽ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A/n-1. ഈ രീതിയിലും എഴുതാറുണ്ട്. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ എഴുതാനാണ്, ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു A/1 - n. ഇനി മക്കളെ ഒന്ന് കേട്ടോളണേ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A1. അപ്പോൾ ടി ഹാഫ് 1. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മാറ്റി A2. അപ്പോൾ ടി ഹാഫ് എത്രയാണ്? ടി ഹാഫ് 2. അപ്പോൾ ടി ഹാഫ് 1/T half 2 is equal to എന്ത് കിട്ടും? A1/A2 the whole raised to 1 - n. ഈ ഐഡിയ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഉറപ്പാണ് നിങ്ങൾക്ക് ഏതെങ്കിലും റിയാക്ഷനുകളുടെ എന്ത് തരും മക്കളെ? ഹാഫ് ലൈഫ് പീരീഡ് തരും. എന്നിട്ട് ഇതുപോലെ എന്ത് തരും? A1ഉം A2ഉം തരും. എന്നിട്ട് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളിത് ചോദിക്കും. അപ്പം ജസ്റ്റ് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് എഴുതാം, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത്ര മാത്രം. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഞാൻ A എന്ന് എഴുതി. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയിരുന്നു. ഇനി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 50 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് 100, ഇത് 50. ടി ഹാഫ് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ 10 മിനിറ്റ്സ് എന്ന് കിട്ടി. ഇപ്പോൾ ഞാൻ ടി ഹാഫ് കണ്ടുപിടിച്ചപ്പോൾ അതും 10 മിനിറ്റ് എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ ചോദിക്കും. നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്ന്, പ്ലീസ് യൂസ് യുവർ ബ്രെയിൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രെയിനൊക്കെ ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇക്വേഷനിൽ ഇടാം. ടി ഹാഫ് 1 എത്രയാണ്? 10. ടി ഹാഫ് 2 അതും 10. A1 എത്ര? 100. A2 എത്ര? 50. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടി ഹാഫ് 1/T half 2 is equal to A1/A2 the whole raised to 1 - n. അവിടെ ഞാൻ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയായി. ഹാഫ് ലൈഫിന് മാറ്റമൊന്നുമില്ല. ഹാഫ് ലൈഫ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് ഏത് ഓർഡർ റിയാക്ഷനാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. എത്ര സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാം. അതുപോലെ ഇവിടെ ടി ഹാഫ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. ഇവിടെ ടി ഹാഫ് എന്ന് പറയുന്നത് 5 ആയിട്ട് മാറി. നിങ്ങൾ നോക്കൂ, ഇതെന്താ സംഭവിച്ചത്? പകുതി ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്കറിയാം
ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇത് പകുതിയാകുമ്പോൾ ഇതും പകുതിയാകുന്നു. അപ്പോൾ ടി ഹാഫ് പകുതിയാകണമെങ്കിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകുമ്പോൾ എങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നോ ഡൗട്ട് അവിടുത്തെ ഓർഡർ എത്രയാണ്? 0. ഓക്കെ, അപ്പോൾ 0 ഓർഡർ റിയാക്ഷനാണ് ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു എ. ഈ ഐഡിയ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ആ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഇനി പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നോക്കിക്കോളൂ. എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ടി എത്ര അല്ലെങ്കിൽ കെ എത്ര? കെ ഇസ് ഈക്വൽ ടു, ഈ കെ ഞാൻ ഇവിടെ വയ്ക്കാം മക്കളെ. കെ ഇസ് ഈക്വൽ ടു 2.03 ഡിവൈഡ് ബൈ ടി ഇൻറ്റു ലോഗരിതം ഓഫ് R0/R. ആ കെ എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ കെ താഴോട്ട് വിട്ട് ടി ഇങ്ങോട്ടും വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 2.03 ഡിവൈഡ് ബൈ കെ ഇൻറ്റു ലോഗരിതം ഓഫ് R0/R. അതുപോലെ കെ ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ ടി ഹാഫ്. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനെ ക്ലബ് ചെയ്യാം. എന്തിനാണ് സാർ ക്ലബ് ചെയ്യുന്നത്? നിങ്ങളോട് എൻട്രൻസ് എക്സാമിനേഷന് കെ തരും. കെ തന്നിട്ട് കെ അല്ല ടി ഹാഫ് തരും. ടി ഹാഫ് തന്നിട്ട് ടി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 90% ഓഫ് എ റിയാക്ഷൻ? വേണ്ട, 80% ഓഫ് എ റിയാക്ഷൻ എന്ന് എക്സാമിനേഷന് ചോദിച്ചു. അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് 30 മിനിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ടി ഹാഫ് ഉണ്ട്, ആ ടി ഹാഫിൽ നിന്ന് കെ കണ്ടുപിടിക്കുന്നു. ആ കെ കൊണ്ട് ഇവിടെ ഇടുന്നു. ലോഗരിതം ഓഫ് R0യും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടി കണ്ടുപിടിക്കുന്നു. അതാണ് നോർമൽ കൺവെൻഷനലായിട്ട് ആൾക്കാർ ചെയ്യുന്നത്. എന്നാൽ ഈ ടി ഹാഫിൻ്റെ വാല്യൂവിൽ നിന്ന് കെ കണ്ടുപിടിക്കാൻ വെയിറ്റ് ചെയ്യണം. ഇനി R0യും ആറും ഈ കേസിൽ എത്ര ഇടുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പോകാം. R0 ഇനിഷ്യൽ 80% കംപ്ലീറ്റ് ആയെന്നാണ് പറഞ്ഞത്. ദാറ്റ് സിംപ്ലി മീൻസ് യു സ്റ്റാർട്ടഡ് വിത്ത് 100%. നോ ഡൗട്ട് R0 ഈസ് 100. അപ്പം ഫ്രാക്ഷൻ 1/3 കംപ്ലീറ്റ് ആവാൻ എത്ര സമയം എന്ന് ചോദിച്ചാൽ അത് ഫ്രാക്ഷനാണ്. എങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 1-ലാണ്. പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എത്രയിലാണ്? ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 100-ലാണ്. അപ്പോൾ R0 100. 80% റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. 80% റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് എത്ര? 20. അപ്പോൾ R എന്ന് പറയുന്നത് 20, R0 എന്ന് പറയുന്നത് 100. അപ്പോൾ ആ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി ആയിക്കോട്ടെ, എനിക്കത് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. കെയുടെ വാല്യൂ ഈ വാല്യൂ ആണ്. അതിനെ നിങ്ങൾ നേരിട്ടെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.32 ടി ഹാഫ് ലോഗരിതം ഓഫ് R0/R എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനി ടി ഹാഫ് തരുമ്പോൾ കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ടി ഹാഫിൽ നിന്ന് നേരിട്ട് തന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടി കണ്ടുപിടിക്കാൻ പറ്റും. സോ ടി ഇസ് ഈക്വൽ ടു 3.32 ടി ഹാഫ് ലോഗരിതം ഓഫ് R0/R. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? ഓക്കെ അല്ലേ? എവിടെ പോയി നിങ്ങളൊക്കെ? അപ്പം ഇതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു ഐഡിയ എൻജോയ്ഡ് ബുക്കിൽ ഉണ്ടാവില്ല. ഈ രണ്ട് ഐഡിയ നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിക്കോളൂ. T90 എത്ര? T90 means the time required to complete 90% of the reaction. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 100 കൊടുത്തു, ഇവിടെ ബാക്കിയുള്ള 10 കൊടുത്തു. 100/10 100/10 10 log 10 1. അപ്പോൾ 3.32 ടി ഹാഫ്. അപ്പോൾ എക്സാമിനേഷന് ടി ഹാഫ് തന്നിട്ട് നിങ്ങളോട് വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 90% റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ 3.32 ഇൻറ്റു ടി ഹാഫ് ചെയ്താൽ മതിയാവും T90 കണ്ടുപിടിക്കാൻ. കെയും കണ്ടുപിടിക്കേണ്ട, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ ടി കണ്ടുപിടിക്കേണ്ട ആവശ്യകതയില്ല. 3.32 ഇൻറ്റു ടി ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും മക്കളെ? T90 കിട്ടും. ദാറ്റ് ഈസ് എൻ ഐഡിയ. അത് കഴിഞ്ഞിട്ട് T99 ഈ എഴുതി കൂട്ടിയിരിക്കുന്നതൊക്കെ സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ T99 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ 3.32 ടി ഹാഫ് ലോഗരിതം ഓഫ് സ്റ്റാർട്ടിങ്ങിൽ 100 ഉണ്ട്. T99 മീൻ 99 കംപ്ലീറ്റ് ആയി. ഇനി എത്ര ബാക്കിയുണ്ട്? 1 ബാക്കിയുണ്ട്. സോ 100/1 100 ലോ 102. ആ 2 ഇൻറ്റു ഇത് അതാണ് 6.64 കിട്ടിയത്. അതുപോലെ 99.9. അപ്പോൾ ഇവിടെ 100/0.1 വരും. അപ്പോൾ 1000 വരും. അത് 10⁻³ ആണ്. അത് ലോഗരിതം 10⁻³ എന്ന് കിട്ടും. ആ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10 എന്ന് കിട്ടും. അതുപോലെ
99.99. അപ്പോൾ ഇവിടെ 100 ബാക്കി 0.01 അത് 10,000 കിട്ടും. ലോഗ് 10,000 4 കിട്ടും. ആ 4 ഇത് 13.2. ഈ ഐഡിയകൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വളരെയധികം നല്ലത്. എക്സാമിനേഷൻ വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 99.9% ഓഫ് ദ റിയാക്ഷൻ ഇഫ് ദ ടി ഹാഫ് ഇസ് ഈക്വൽ ടു ദിസ് മച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ബബിൾ ചെയ്യാൻ പോവുക. അല്ലാതെ ഈ വഴികളിലൂടെയൊന്നും നിങ്ങൾ യാത്ര ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഡബിളാണ് ഇത്, അതുപോലെ ഇതിൻ്റെ ട്രിപ്പിളാണ് ഇത്, അതിൻ്റെ 4 ടൈംസ് ആണിത്. അതാണ് T99 എന്ന് പറയുന്നത് എന്താണ് T90യുടെ ഡബിളാണ്, T99.9 T90യുടെ ട്രിപ്പിളാണ്, ക്വാഡ്രപ്പിളാണ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ 99 എന്ന് പറയുന്നത് 2 T90 ആണ്, 99.99 4 T90 ആണ്, ഇതിൻ്റെ ഡബിളാണിത്. അപ്പോൾ T99.9 = 2 T90. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഓക്കെ, ശരി മക്കളെ. അപ്പോൾ ഈ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഈ ഐഡിയ ഒന്നും ഇതുപോലെ ഇങ്ങനെ കാണാതെ പഠിക്കണമെന്നില്ല. എക്സാമിനേഷൻ എന്നോട് T99 തന്നിട്ട് T99.99 എത്രയാണെന്ന് എക്സാം ചോദിക്കും, അല്ലെങ്കിൽ T90 തന്നിട്ട് T99.99 എത്രയാണെന്ന് ചോദിക്കും. ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെ? ഞാൻ സാധാരണ T99.9 ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T99.9 / T99 ചോദിക്കുന്നു. അപ്പോൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ എത്ര 9 ഉണ്ട്? 3. ഇവിടെ എത്ര 9 ഉണ്ട്? 2. 3/2. അതിവിടെ എഴുതുക. എന്നിട്ട് ഈ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കുക. അങ്ങനെ വളരെ സിമ്പിളായി ചെയ്യാം. ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ 9കളുടെ എണ്ണം എടുത്ത് ഇവിടെ മേളിലും താഴെ എഴുതിയാൽ മതി. ഇവിടെ 3 9, ഇവിടെ 2 9. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതിലിട്ട് നോക്കിയാലും കറക്റ്റ് ആവും. എക്സാമിനേഷന് T90 തന്നു, T99.9 ചോദിച്ചു, റിലേഷൻഷിപ്പ് മറന്നുപോയി. നിങ്ങൾ എന്ത് ചെയ്യും? T99.9 / T90 = 99.9 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തോ വേണം? ഈ വാല്യൂ തന്നു, ഇത് കണ്ടുപിടിക്കുക. ഇത് ഈസി ആയിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ റേഷ്യോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്പർ ഓഫ് 9. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഐഡിയകളൊക്കെ മനസ്സിലായിരിക്കുന്നു. നമുക്ക് ഇനി മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? T½ of a first order reaction is 25 minutes. Calculate the time taken to complete 99.9% of its initial concentration. എത്ര സിമ്പിൾ ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യു വിൽ ഗെറ്റ് 30 seconds. എത്രയും വേഗം ആൻസർ പറയടാ, വേഗാവട്ടെ. ഇതൊക്കെ 1 സെക്കൻഡിൽ ആൻസർ പറയാം. വേഗം പറയൂ. വന്നില്ല, ആൻസർ എത്തിയിട്ടില്ല. വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. വേഗം വരൂ മക്കളെ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ആരാ ആദ്യം പറഞ്ഞത്? അനഘ. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ T½ 25 മിനിറ്റ് ആണ്. 99.9 ആണ് ചോദിച്ചത്. 10 T½ ആണ്. 99.9 10 × 25 250. എത്ര സെക്കൻഡ് വേണം? വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കി ഉള്ള സമയം മറ്റു ക്വസ്റ്റ്യനുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 90% ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 75 seconds. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 99.99 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ എമൗണ്ട്. അപ്പോൾ T90 തന്നിരിക്കുന്നു. T99.99 കണ്ടുപിടിക്കണം. ഇവിടെ 1 9, ഇവിടെ 4 9. അപ്പോൾ ഇതിൻ്റെ 4 ഇരട്ടിയായിരിക്കും ഇത്. അപ്പോൾ 4 × 75 ഇതിൻ്റെ ആൻസർ. എത്ര വേഗം ആൻസർ കിട്ടും? വളരെ സിമ്പിളാണ്. ദ റൈറ്റ് ആൻസർ ഈസ് 300. ഓക്കെ, അപ്പോൾ ഇതിൽ 1 9, ഇതിൽ 4 9. ഇതിൻ്റെ 4 ഇരട്ടിയാണിത്. ഇത് 75 ആണെങ്കിൽ 75 × 4 = 99.99. ഐഡിയ ക്ലിയർ അല്ലേ മക്കളെ? അല്ലേ? നമുക്ക് അടുത്ത ആൻസറിലേക്ക് പോവാം. പോട്ടെ, ഡിലേ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ എന്താണ് കേൾക്കുന്നില്ല. ഓക്കെ, പോട്ടെ. ഓക്കെ, അടുത്തത് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നോക്കൂ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T½ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എക്സാം ചോദിക്കാനുണ്ട്. T½ ബന്ധപ്പെട്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ടി ഹാഫ് ലോഗരിതമൊക്കെ ഉപയോഗിച്ച് ചെയ്യാതെ നമ്മുടെ ചില കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ് ഞാൻ അടുത്ത് പറയുന്നത്. ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് 100% നിങ്ങളുടെ കയ്യിലുണ്ട്. ആദ്യ ടി ഹാഫ് കഴിഞ്ഞു. മറക്കരുത്, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ആദ്യ ടി ഹാഫ് കഴിഞ്ഞപ്പോൾ 50 ബാക്കിയുണ്ട്, 50% കംപ്ലീറ്റ് ആയി. അടുത്ത ടി ഹാഫ് കഴിഞ്ഞു. അടുത്ത ടി ഹാഫ് കഴിയുമ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, നേരെ പകുതിയാകും. അപ്പോൾ 25 കംപ്ലീറ്റ് ആയത് 75. What is the time required to complete 75% of the reaction എന്ന് എക്സാം ചോദിക്കും. നിങ്ങളോട് എന്ത് തരും? ടി ഹാഫ് തരും. സാറേ 2 ടി ഹാഫുകളിലൂടെ സഞ്ചരിച്ചാൽ 75 കംപ്ലീറ്റ് ആക്കാം. T75 is equal to 2 ടി ഹാഫ്. വീണ്ടും ടി ഹാഫ് എടുത്താൽ ഇതിൻ്റെ വീണ്ടും എൻ്റെ പകുതിയാവും 12.5. അങ്ങനെ 12.5 ആണെങ്കിൽ ഇത് 87.5 കംപ്ലീറ്റ് ആയി. സോ വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 87.5% റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 3 ടി ഹാഫ്. അടുത്ത ടി ഹാഫ് 6.25 കിട്ടും. ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് എഴുതി മക്കളെ? 100ൽ നിന്ന് 12.5 കുറച്ചാൽ 87.5 ആകും. 100ൽ നിന്ന് 6.25 കുറച്ചാൽ 93.75 ആകും. സോ നോ ഡൗട്ട് T93.75 is equal to 4 ടി ഹാഫ്. നിങ്ങളോട് 87.5ഉം 93.75ഉം ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മസ്റ്റായിട്ടും പഠിക്കുക. ഈ ഐഡിയ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ T75, T87.5, T93.75 ഇത് പെർസെൻറ്റേജ് തന്നിട്ടാണ്. ഇനി ഫ്രാക്ഷൻ തന്നിട്ട് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്ത് ചോദിക്കാം? ഈ കാണുന്നത് 1 ആണ്. ഒരു ടി ഹാഫ് കഴിഞ്ഞു, ബാക്കിയുള്ളത് 1/2. കംപ്ലീറ്റ് ആയതും 1/2. അടുത്ത ടി ഹാഫ് കഴിഞ്ഞു, 1/2ന്റെ പകുതി 1/4. എത്ര കംപ്ലീറ്റ് ആയി? 1/4 കംപ്ലീറ്റ് ആയ, ബാക്കിയുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയത് 3/4. അടുത്ത ടി ഹാഫ് അതിൻ്റെ പകുതി 1/8. 1/4ന്റെ പകുതി 1/8 മക്കളെ. അപ്പോൾ 7/8 കംപ്ലീറ്റ് ആയി. അതിൻ്റെ പകുതി 1/16. 1/16 കംപ്ലീറ്റ് ആയാൽ 1/16 ബാക്കിയുണ്ടെങ്കിൽ 15/16 കംപ്ലീറ്റ് ആയി. ഇനി ഇത് 1/32. അപ്പോൾ 31/32. 1/64 63/64. 1/128 127/128. ഇതൊക്കെ കംപ്ലീറ്റ് ആയ എമൗണ്ട് ആണ്. ഈ കാണുന്നതൊക്കെ ബാക്കിയുള്ളതാണ്. What is the time required to complete 63/64 വരെ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു പടി മുന്നോട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 31/32, 63/64, 15/16 ഇതൊക്കെ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 1 2 3 4 5 ടി ഹാഫ് എടുക്കും 15/16. 1 2 3 4 5 ടി ഹാഫ് എടുക്കും. 1 2 3 4 ടി ഹാഫ് എടുക്കും 15/16. 5 ടി ഹാഫ് എടുക്കും 31/32. 6 ടി ഹാഫ് എടുക്കും 63/64. ഇനി എക്സാമിനേഷൻ ഇതെങ്ങാനും ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ എന്താണ് എഴുതി നമ്മൾ മുന്നോട്ട് പോവേണ്ട ആവശ്യകതയില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? 1 എന്തായിട്ട് മാറി? 1/2, 1/4, 1/8 അല്ലെ, പകുതി. പിന്നെ 1/16. അപ്പോൾ തന്നെ 4 ടി ഹാഫായി. 1/32 5 ടി ഹാഫ്. അടുത്ത 1/64 അടുത്ത ഹാഫ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി, നമ്മൾ മുന്നോട്ട് പോകുന്നു. The T half of a first order reaction is 50 seconds. Calculate the time taken to complete 97.75% of its initial concentration. ഈ ക്വസ്റ്റ്യൻ കാണുന്ന നിമിഷം എൻ്റെ മനസ്സിൽ 200 എന്ന ആൻസർ വന്നു കഴിഞ്ഞു. എവിടെ നിന്ന് വന്നു? T93.75 എന്ന് പറഞ്ഞാൽ 4 ടി ഹാഫ് ആണ്. 4 ടി ഹാഫ്. T75 2 ടി ഹാഫ്. T75 അടുത്ത് T87.5 അടുത്ത് T93.5. ഓക്കെ, ആ വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്താണ് 50, ഇതാണ് 93.75. T93.75 is equal to 4 into T half, so that is equal to 200. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് 63/64 of a radioactive element is completed in 120 minutes. Calculate its half-life period. ഓക്കെ, സോ ഇത് നേരത്തെ കേരള എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയ ഓപ്ഷൻ ഇ വന്നിട്ടുള്ളത്. 63/64 എന്ന് പറഞ്ഞാൽ
120 ആണ്. കാൽക്കുലേറ്റ്സ് ഹാഫ് ലൈഫ് ആണ്. വളരെ സിമ്പിളാണ്. 63/64 കംപ്ലീറ്റ് ആകാൻ എത്ര സമയം എടുക്കണം? 120 മിനിറ്റ്. അപ്പം ഞാൻ കണക്കാക്കും 1/2, 1/4, 1/8, 1/16, 1/32, 1/64, 6 ടി ഹാഫ്. 6 ടി ഹാഫുകളാണ് എത്ര? 120. അപ്പോൾ ടി ഹാഫ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120/6. സോ ആൻസർ വെറും 20 മിനിറ്റ്സ്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതല്ലാത്ത രീതിയിലും ചെയ്യാൻ പറ്റും, നമ്മൾ ഇക്വേഷനിലൊക്കെ ഇട്ട്. പക്ഷേ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഐഡിയ ആണ്. ഈ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഐഡിയയിലേക്ക് പോകുന്നു. ഈ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ JEE ആസ്പിരൻറ്റ് നമ്മൾ 0 ഓർഡറും ഫസ്റ്റ് ഓർഡറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നമുക്കിനി എക്സാമിനേഷന് സെക്കൻഡ് ഓർഡറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഡറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ nth ഓർഡറിന് ഒരു ജനറൽ ഐഡിയ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു nth ഓർഡർ റിയാക്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ n ആണ്. അപ്പോൾ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻n ആണ്. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക, ഇതിൻ്റെ പ്രത്യേകത A gives പ്രോഡക്റ്റ് ആ റിയാക്ഷൻ്റെ ഓർഡർ n എന്നാണ്. ഓക്കെ, ഇനി ഇതല്ലാതെ നിങ്ങൾ മറ്റു രീതിയിലൊക്കെ A+B അല്ലെങ്കിൽ A+B+C എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആവില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി വാട്ട് ഈസ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് nth ഓർഡർ റിയാക്ഷൻ? സോ 1 ഡിവൈഡഡ് ബൈ n-1 ഇൻറ്റു T ഇൻറ്റു 1/A - x raised to n-1 minus 1/A raised to n-1. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓർഡർ 2 അതിൽ കൂടുതൽ വരുന്ന കേസുകളിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ 0 ഓർഡറിന് ഫസ്റ്റ് ഓർഡർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഹയർ ഓർഡറിന് ഇതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഓർഡറിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ചെയ്യാൻ പോകുന്നത് 1 ഡിവൈഡ് ബൈ 2 - 1, അത് 1 തന്നെ. സോ അപ്പോൾ 1/T എന്ന് വരും. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം, K is equal to 1/T into, ബാക്കി പറയൂ, 1/A - x raised to n-1. n 2 ആണ്, 2 - 1 1 ആണ്, മൈനസ് 1/A raised to n-1. n 2 ആണ്, 2 - 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 2 തന്നെയാണ്, അല്ല 1 തന്നെയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഐഡിയ. ഇനി A-Xഉം എയും എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു, ഇതാണ് A, ഇതാണ് എക്സ്, ഈ കാണുന്നതാണ് A-X. അപ്പം A-X എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്, അത് R ആണ്. അതുപോലെ A എന്ന് പറഞ്ഞാൽ R0 ആണ്. അപ്പോൾ ഇവിടെ R-ഉം R0 ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, മക്കളെ നിങ്ങൾ ദയവായി ഇത് പഠിച്ചേക്കുക. കാരണം 0യും ഫസ്റ്റും എല്ലാവരും പഠിച്ചു വയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു nth ഓർഡർ റിയാക്ഷൻ ജനറലായിട്ട് എങ്ങനെ എഴുതാമെന്നും അത് എന്താണ് 2നും അതിൽ കൂടുതൽ വരുന്ന കേസിലാണ് ഇത് ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മുന്നോട്ട് പോവാണ്. ഇനി എക്സാമിനേഷന് ഇവിടെ നിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, നിങ്ങൾ ആൻസർ പറയുന്നത് വരെ ആക്ച്വലി ഞാനിവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനത് ഒന്നേന്ന് എഴുതാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ ഇപ്പോൾ 100% ഉണ്ട്. ഓക്കെ, ഞാൻ T½ എന്നുള്ള കൺസെപ്റ്റിന് പകരം T10 എന്നുള്ള കൺസെപ്റ്റ് പറയാണ്. T10, വാട്ട് ഈസ് T10? ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 10% ഓഫ് ദ റിയാക്ഷൻ. നിങ്ങൾ 100ൽ സ്റ്റാർട്ട് ചെയ്തു, T10 കഴിഞ്ഞു, 10% കംപ്ലീറ്റ് ആയി. ആൻഡ് വാട്ട് ഈസ് ദ റിമൈനിങ് എമൗണ്ട്? റിമൈനിങ് എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 100ൽ നിന്ന് 10% കംപ്ലീറ്റ് ആയി, റിമൈനിങ് എമൗണ്ട് 90. എത്ര കംപ്ലീറ്റഡ്? 10 കംപ്ലീറ്റഡ്. അടുത്ത T10. ഓക്കെ, ഇനി ഈ ഇപ്പോൾ 90 കയ്യിലുണ്ട്, അടുത്ത T10 കഴിഞ്ഞു. ഇപ്പോൾ ഇനി എത്ര ബാക്കിയുണ്ട്? നിങ്ങൾ വേഗം പറഞ്ഞോളൂ, ഞാൻ എഴുതാം. വേഗം പറയൂ, എത്രയും വേഗം. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. പ്ലീസ് ആൻസർ. വേഗം വാടാ. ആർദ്ര, അനഘ, അനന്തു, നൗറിൻ, അനസ്, മുഹമ്മദ്, അനക്ക, എയ്സൻ, നൗറിൻ, വരൂ, പറയൂ. എവിടെ നിങ്ങളുടെ കമൻസ്? നിങ്ങൾ കാണുന്നില്ലല്ലോ മക്കളെ. 80, 81, 90, 80. ദൈവമേ. ഓക്കെ, ശരി. അപ്പം മക്കളെ, ഇത് 90% ആണ് ഇപ്പോൾ ഉള്ളത്.
അതിൻ്റെ T10 മീൻസ് അതിൻ്റെ 10% റിയാക്ട് ചെയ്യും. അപ്പോൾ 90യുടെ 10% 9 ആണ്. ആ 9 റിയാക്ട് ചെയ്ത് പോയാൽ ഇനി ബാക്കിയുള്ളത് 81 ആണ്. റിയാക്ഷൻ കംപ്ലീറ്റ് ആയത് 19% ആണ്. ഈ കോൺസെപ്റ്റ് നേരാവണ്ണം മനസ്സിലാക്കണം. നാം അറിയാതെ ഇവിടെ 80 എന്നും ഇത് 20 എന്നും എഴുതാൻ സാധ്യതയുണ്ട്. അല്ല, 81ഉം എന്താണ് 19ഉം. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഇത് മനസ്സിലാക്കി വെക്കണം. ഇനി എനിക്ക് പറയാനുള്ളത്, വാട്ട് ഈസ് T19? വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 19%? അപ്പോൾ ഇത് എത്രയാണ്? 2 എണ്ണം, 2T10. അപ്പോൾ T19 is equal to 2T10. ഈ ഫോമുല നിങ്ങൾ ഓർത്താൽ നല്ലത്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് മറ്റേ ക്വസ്റ്റ്യനുകളേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പം നിങ്ങൾക്ക് എക്സാമിനേഷന് T10 തന്നിട്ട് T19 ചോദിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നാൽ ആ തരുന്ന നിമിഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ T19 ആയി. ഇതല്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെടുമെന്ന് അറിയാമോ പൊന്നുമക്കളെ? T10ൻ്റെ ഇക്വേഷൻ എഴുതും, T19ൻ്റെ ഇക്വേഷൻ എഴുതും, K കണ്ടുപിടിക്കും, തിരിച്ച് ഇങ്ങോട്ടിടും, ഒക്കെ നമ്മൾ പെടാപ്പാട് പെട്ടുപോകും. അതിനേക്കാൾ ഭയങ്കര എളുപ്പമാണ് ഈ ഐഡിയ ചെയ്യുന്നത്. എക്സാമിനേഷന് ഇതുപോലെ വേറെന്തെങ്കിലും ചോദിക്കുവാൻ സാധ്യതയുണ്ടോ സാറേ? നിങ്ങളുടെ ആൻസറിന് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. ഈ ആൻസർ നിങ്ങൾ കറക്റ്റ് ആക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. T20 മീൻസ് ശ്രീജിത്ത് 81 വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് ഞാൻ എന്തായാലും ഇവിടെ ഒന്നുകൂടെ പറഞ്ഞിട്ട് പോകാം. കാരണം ഇനി അടുത്ത ആൻസർ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. 100ലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. T10 മീൻസ് ഈ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ 10% കംപ്ലീറ്റ് ആവാനുള്ള സമയം. അതെത്രയാണ്? ആ സമയത്ത് 10% കംപ്ലീറ്റ് ആയി, ബാക്കിയുള്ളത് 90. ഇനി അടുത്ത T10ൽ എന്താ സംഭവിക്കുക? അടുത്ത 10% നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ 10%. നിങ്ങളുടെ കയ്യിലുള്ളത് എത്ര? 90. അതിൻ്റെ 10% എത്ര? 90 × 10 ഡിവൈഡഡ് ബൈ 100 10%. ഈ 2 സീറോസും ക്യാൻസലായി, 9. അപ്പോൾ 90യുടെ 10% 9 ആണ്. ആ 9 ആണ് റിയാക്ട് ചെയ്ത് പോയത്. അപ്പോൾ 90യിൽ നിന്ന് 9 പോയാൽ ബാക്കിയുള്ളത് 81 ബാക്കി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയത് 19 എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ശ്രീത്തെ ഓക്കെ അല്ലേ? അനന്തു 81 കിട്ടുന്ന മനസ്സിലായടാ? വേഗം പറ മക്കളെ, നീ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എവിടെ പോയി നിങ്ങൾ? വേഗം വാ. ഓക്കെ ശരി. അടുത്ത T20 എന്താ മക്കളെ? T20 മീൻസ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 20%. അപ്പോൾ 20% കംപ്ലീറ്റ്, 120% 20. അപ്പം ബാക്കി എത്രയുണ്ട്? 80. 20 കംപ്ലീറ്റ് ആയി. അടുത്ത് വീണ്ടും അതിൻ്റെ 20%. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. നൗറിൻ, അനന്തു, വർദ്ര, വേഗം പറ മക്കളെ, വേഗം പറടാ, പാടാ. 80യുടെ 20% പോയി, ബാക്കി പറ, വേഗം വാ. ഇവിടുത്തെ T20 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? അതാണ് എനിക്ക് അറിയേണ്ടത്. വെരി ഗുഡ് അനക. 64. അതെങ്ങനെ 64? 80ൻ്റെ 20% എത്ര? ഇത് പോയി 16. അപ്പോൾ 80 ഉണ്ടായിരുന്നു, 16 പോയി, ബാക്കിയുള്ളത് 64. 64 ആണെങ്കിൽ ബാക്കിയുള്ളത് എത്രയാണ്? 64 അല്ലേ? 74. ദൈവമേ, 64 അല്ലേടാ? 64. ബാക്കിയുള്ളത് 36. ഓക്കെ, വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് T36 ഇസ് ഈക്വൽ ടു എത്രയാണ്? 2T20. അപ്പം T20യും T36ഉമായി ബന്ധമുണ്ട്, T10ഉം ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു മാത്തമെറ്റിക്കൽ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇത് മാത്തമെറ്റിക്സ് ആണ്, കെമിസ്ട്രി അല്ല. അപ്പോൾ
എനിക്ക് നിങ്ങളത് പറയാനുള്ളത് T10 തന്ന കേസുകളിലൊക്കെ നിങ്ങൾ ഉടൻ തന്നെ 2T10 ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. 2 × 10 ചെയ്യുക. അതെത്രയാണ്? 20 മൈനസ് ഈ ആദ്യം കാണുന്ന നമ്പറില്ലേ 1, അതിൻ്റെ സ്ക്വയർ എടുക്കുക. 1 സ്ക്വയർ 1, അത് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 20 - 1 19. അതായിരിക്കും ഇവിടെ കിട്ടുന്ന ആൻസർ. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, 2 ഉണ്ടെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ആൻസർ എഴുതുക. ഇനി T20യുടെ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും? 2 × 20 നേരത്തെ പറഞ്ഞ അതേ ഐഡിയ 40 മൈനസ് ഈ 2ന്റെ സ്ക്വയർ മക്കളെ, 2ന്റെ സ്ക്വയർ 4, അത്രയാണ് T36. അതല്ലേ മക്കളെ നമ്മൾ ആ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോമൺ സെൻസിനെ ഞാൻ ഉണർത്താൻ ശ്രമിക്കട്ടെ. T30 2 പ്രാവശ്യം ഞാൻ ചെയ്തൊന്നുകൂടെ പറയാം. 2 × 20 അത് 40 മൈനസ് ഈ 2ന്റെ സ്ക്വയർ അത് 4. ഇത് 2 × 10 20 മൈനസ് 1ന്റെ സ്ക്വയർ 1. 2T30 എത്രയായിരിക്കുമെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം വരട്ടെ, വേഗം വരട്ടെ. എവിടെ പോയാണ് നിങ്ങൾ? കൊണ്ടുവാ. 2T30 എത്ര? T51. വെരി ഗുഡ്. എന്തുകൊണ്ട്? ഇത് 60 മൈനസ് എന്നാണ് 9, 50. ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ ഇതേപോലെയുള്ള കണക്ഷൻസ് ആണ് എക്സാമിനേഷന് ചോദിക്കുക. 2T40 പറയാൻ നിങ്ങൾ ആവേശഭരിതരായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. 2T40 = കമോൺ, വേഗാവട്ടെ. $51 കഴിഞ്ഞില്ലേ ഇതുവരെ? ദൈവമേ, അത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരട്ടാ. കുറേ ലാഗുണ്ടോ? ഐഡിയ കിട്ടി. മുഹമ്മദ് അദ്നാൻ. T64 കറക്റ്റാണോ? 2 × 4 80 മൈനസ് 4ന്റെ സ്ക്വയർ 16, അതെ 64. 2T50 ഇവിടെ നിങ്ങൾ എന്നെ ഞെട്ടിക്കണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈ 2T50 ഞാൻ നിർത്തും. ഇനി ബാക്കി എനിക്ക് എഴുതി കളിച്ചിരിക്കാൻ സമയമില്ല. ഓക്കെ, വേഗാവട്ടെ. 64 ഞാൻ കണ്ടു നോക്കളാം. ഇനി അടുത്തത് ഈ 250 കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി ഞാൻ സമയം സ്പെൻഡ് ചെയ്തില്ല. വേഗാവട്ടെ, വേഗം വാ. 75 വെരി ഗുഡ്. T75 ഇത് 100 മൈനസ് 5ന്റെ സ്ക്വയർ 25. അപ്പം ഇത് നമ്മൾ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതായിരിക്കും എക്സാം ചോദിക്കുന്നത്. ഇത് തരും. നിങ്ങളുടെ തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈയും ബബിളിയും പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അത്രയും സിമ്പിളാണ് ഐഡിയ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ആക്ച്വലി എന്താണ് പെർഫെക്റ്റ്ലി കറക്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്ത സമയത്ത് ഇതാ T75 എന്ന് പറയുന്നത് 2T½ ആണ്. T75 = 2. T½ മീൻസ് T50. അത് തന്നെയാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് അത് തന്നെയാണ് ഇത്, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇത് എവിടെ അപ്ലൈ ചെയ്യാവൂ? ഫസ്റ്റ് ഓർഡറിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിലേക്കാണ് പോവേണ്ടത്. അത് പോകുന്നതിന് മുൻപ് ഗ്യാസ് ഫേസ് റിയാക്ഷനുകൾ തന്നു കഴിഞ്ഞാൽ, അതിൻ്റെ പ്രഷർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ഐഡിയ നിങ്ങളുടെ NCERT ബുക്കിലുണ്ട്. അപ്പോൾ ആ റിയാക്ഷനുകൾ ഒരു ഐഡിയ ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പോവാം. ഒന്ന് നോക്കിക്കോളൂ. എൻ്റെ കയ്യിൽ A എന്നൊരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് എന്തൊക്കെയായിട്ട് മാറുന്നു? B എന്ന് പറയുന്നൊരു ഗ്യാസും C എന്ന് പറയുന്ന വേറൊരു ഗ്യാസുമായിട്ട് മാറി. ഇതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് കേട്ടാൽ ആ നിമിഷം ഞാൻ K = 2.303 / T × ലോഗരിതം ഓഫ് R0/R എന്ന് എഴുതും. ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങളുടെ എക്സാമിനേഷന് മിക്കവാറും എന്താണ് K കണ്ടുപിടിക്കാനോ RC ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണുക. ഇതിൻ്റെ ഇനിഷ്യൽ പ്രഷറിന് ഞാൻ PI എന്ന് എഴുതി. ഇനിഷ്യൽ പ്രഷർ എല്ലാം ഗ്യാസ് ആണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഇവരില്ല, ഇതില്ല. അപ്പോൾ PI 0. ഇനി T എന്ന സമയം കഴിഞ്ഞപ്പോൾ PIയിൽ നിന്ന് P റിയാക്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് PI - P റിയാക്ട് ചെയ്ത് പോയ എമൗണ്ട് ആണ് കേട്ടോ P. അപ്പോൾ ബാക്കി പറയാം. ഇവിടെ ഉള്ളത് എത്രയാണ്?
ഇവിടെ നിങ്ങൾക്കറിയാം സ്റ്റോഷിയോമെട്രി അനുസരിച്ച് 1 റിയാക്ട് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ല, ഇവിടെ P കിട്ടും, ഇവിടെ P കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രഷർ PT എത്ര? ഈ റിയാക്ഷൻ നടന്നു T എന്ന സമയത്തുള്ള ടോട്ടൽ പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ പ്രഷർ പ്ലസ് ഈ ഗ്യാസിൻ്റെ പ്രഷർ പ്ലസ് ഈ ഗ്യാസിൻ്റെ പ്രഷർ, അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും പറഞ്ഞേ? PI മൈനസ് P പ്ലസ് P. അപ്പോൾ ഒരു P മാത്രമേ ഇവിടെ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ PI is equal to എത്ര? PT മൈനസ് P എന്ന് കിട്ടും അല്ലേ? PI is equal to അവിടെ നമുക്ക് P കണ്ടുപിടിക്കാം, അതല്ലേ നല്ലത്. PI ഓക്കെ അവിടെ പോയി. ഇവിടെ നിന്ന് P is equal to എത്ര മക്കളെ? PT മൈനസ് PI. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടോ. ഇനി ഇവിടെ നിന്ന് വാട്ട് ഈസ് K equal to 2.303 divided by T into logarithm of R0. R0 means initial concentration. അത് PI തന്നെയാണ്. അപ്പോൾ PI divided by ബാക്കി എന്തുണ്ട്? R means concentration after a time T. അത് PI minus P ആണ്. So PI minus P is equal to PI minus P നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. അത് എത്രയാണ്? PT മൈനസ് PI. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആകും മക്കളെ. അപ്പോൾ എന്ത് കിട്ടും? അത് 2PI മൈനസ് PT എന്ന് കിട്ടും. ഇങ്ങനൊരു ഒരു ക്വസ്റ്റ്യനും ഒരു ഇക്വേഷൻ നിങ്ങൾ NCERT ബുക്കിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. ഒരുപാട് ഗുണമെന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എക്സാമിനേഷന് A gives B plus C തന്നെ ചോദിക്കും. A gives B plus C എന്ന് ചോദിക്കുന്ന ഫസ്റ്റ് ഓർഡറിന് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ. അവിടെയാണ് ഇത് ആപ്ലിക്കബിൾ. ആ സ്റ്റോഷിയോമെട്രി അനുസരിച്ചാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ PIയും ഇനിഷ്യൽ പ്രഷറും PT ടോട്ടൽ പ്രഷറും തന്നിട്ടുണ്ടാകും. എന്നിട്ടാണ് K കണ്ടുപിടിക്കാൻ ചോദിക്കുക. T തന്നിട്ടുണ്ടാകും. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇത് ചെയ്യാം. എന്നാൽ ഈ ഇക്വേഷൻ നിങ്ങളുടെ NCERT ബുക്കിൽ എഴുതി തന്നിട്ട് NCERT തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി അറിയാം. അതിൻ്റെ ഫോർമാറ്റ് സാറിന് ഇപ്പോൾ ഓർമ്മയില്ല. ബട്ട് A gives 2B ഗ്യാസ് പ്ലസ് C. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ പറയാം. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ, A എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റാർട്ടിങ്ങിൽ PI ആണ്. ഇത് 0, ഇത് 0. ഈ PIയിൽ നിന്ന് എത്ര പോയി മക്കളെ? P പോയടാ. അപ്പോൾ P ഇവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളണേ. 1 റിയാക്ട് ചെയ്താൽ 2 കിട്ടും, 1 കിട്ടും. അപ്പോൾ P റിയാക്ട് ചെയ്താൽ 2P കിട്ടും, ഇവിടെ P കിട്ടും. ഇമ്പോർട്ടൻ്റ്. ഇവിടുത്തെ കോഎഫിഷ്യന്റ് 2P കിട്ടും. ഇവിടെ 1, അപ്പോൾ 1P കിട്ടും. ഇവിടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ വാട്ട് ഈസ് PT? ടോട്ടൽ പ്രഷർ പറഞ്ഞോ. PI മൈനസ് P പ്ലസ് 2P പ്ലസ് എത്രയാണ്? P. ഇതും ക്യാൻസൽ ആയിപ്പോയി. സോ PT ഈക്വൽ ടു PI പ്ലസ് 2P എന്ന് വരും. അപ്പോൾ 2P ഈക്വൽ ടു PT മൈനസ് PI എന്ന് വരും. P is equal to PT minus PI. ഞാൻ ഡിവൈഡഡ് ബൈ 2. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻ ഒന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് K equal to 2.03 divided by T into logarithm of R0 by R. ഇതാണ് നമ്മുടെ ബേസ് ഇക്വേഷൻ. നിങ്ങളാകെ ചെയ്യുന്നത് എന്ത് മാത്രമാണ്? R0 പ്ലേസിൽ PI എന്ന് കൊടുക്കും. അപ്പോൾ R0 ആയി. ഇനി എന്ത് വേണം? R വേണം. R പ്ലേസിൽ PI മൈനസ് PI ആണ്. PI മൈനസ് P ആണ്. PI ഇവിടെ ഉണ്ട്. മൈനസ് ഇതാണ് P. അതവിടെ സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സാർ നേരത്തെ കിട്ടിയ അതേ ഇക്വേഷനല്ല ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം നേരത്തെ ഉള്ള P അല്ല ഇപ്പോൾ ഉള്ള P. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. A gives B plus C ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡറിൻ്റെ ഈക്വേഷൻ അപ്ലൈ ചെയ്തോട് കുഴപ്പമില്ല. അപ്പം നിങ്ങളോട് എന്തിനാണ് ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞത്? എങ്ങാനും നിങ്ങളുടെ ഭാഗ്യത്തിന് A gives B plus C ആണെങ്കിൽ ഇതൊന്നും എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിലിടുന്നു പോകുന്നു. A gives B plus C അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ ഇതുപോലെ എഴുതി നോക്കി ഇക്വേഷൻ ഉണ്ടാക്കി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പരിഗണിച്ചാൽ മക്കളെ PT. ഓക്കെ, NCERT സ്കൂളിൽ ഒരു ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻ അത് എഴുതി എടുത്ത് വെച്ചിട്ടില്ല. അനക ഓക്കെ, ക്ലിയർ.
അടുത്ത ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നുള്ള ഐഡിയയിലേക്ക് നമ്മൾ പതിയെ പോവാണ്. ഇനി ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള ഐഡിയയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? റിയാക്ഷൻ്റെ വേഗത കൂടാം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണെങ്കിൽ അങ്ങനെ കൂടാം. ഓക്കെ, അപ്പം റിയാക്ഷൻ്റെ വേഗത കൂടാം ടെമ്പറേച്ചർ കൂടുമ്പോൾ. നോർമലി നമ്മൾ പഠിക്കുന്നത് ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റിന് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ആക്ച്വലി ഇടയ്ക്കുന്ന് നമ്മൾ എല്ലാ ടോപ്പിക്കും ഓർഡറിൽ പഠിക്കുന്നില്ല കേട്ടോ മക്കളെ, നമ്മൾ ഓർഡറിലല്ല പോകുന്നത്, ഇടയ്ക്കുള്ള കാര്യങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കണക്ഷൻ മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താ? അത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനെ ചൂടാക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ വേഗതയിൽ വ്യത്യാസം വരും, റേറ്റിന് എത്ര വ്യത്യാസം വരും എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അത് കണ്ടുപിടിക്കാൻ ഐഡിയ ഉണ്ട്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് T+10 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് T°. രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചറുകളിലുള്ള റേറ്റിൻ്റെ റേഷ്യോ. ആ ടെമ്പറേച്ചറുകളുടെ പ്രത്യേകത ദാറ്റ് റേറ്റ് ഈസ് ഡിഫർ ബൈ 10°. അപ്പോൾ 10 ഡിഗ്രിയിൽ വ്യത്യാസമുള്ള റേറ്റുകളുടെ റേഷ്യോയ്ക്ക് വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അല്ലെങ്കിൽ റേറ്റിന് പകരം NCERT ബുക്കിലെ ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് T+10 ഡിവൈഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് T°. അപ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ, ഇതിൻ്റെ ഏതിൻ്റെ റേഷ്യോ എടുത്താലും മതി. Tയും T+10 10 ഡിഗ്രിയിലെ ഡിഫറൻസ്. നോർമലി 10 ഡിഗ്രിയിലാണ് പറയുന്നത്. 10 ഡിഗ്രി അല്ലാതെ വേണമെങ്കിലും പറയാം, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയാം മക്കളെ. നോർമലി in a reaction, when you rise the temperature by 10°, the rate of the reaction generally become doubled or tripled. ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡബിൾ ആകും അല്ലെങ്കിൽ ട്രിപ്പിൾ ആകും. എപ്പോൾ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡബിളോ ട്രിപ്പിളോ ആകും 10 ഡിഗ്രി കൂട്ടിയാൽ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഡബിൾ ആകുമെങ്കിൽ ഇത് 2ഉം താഴെയുള്ള അല്ലെങ്കിൽ താഴെ ഉള്ളത് റേറ്റ് 6ഉം മേലുള്ള റേറ്റ് 2R. അത് ക്യാൻസൽ ആയി പോയാൽ 2 എന്ന് കിട്ടും. അതുകൊണ്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ജനറൽ വാല്യൂ 2 ആകാം, 3 ആകാം. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയണം ആ റിയാക്ഷൻ്റെ 10 ഡിഗ്രി കൂട്ടിയാൽ വേഗത ഡബിൾ ആകും. ആരെങ്കിലും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും 10 ഡിഗ്രി കൂട്ടൂ, റേറ്റ് ട്രിപ്പിൾ ആക്കൂ. അതുപോലെ TC ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 4 എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയും 10 ഡിഗ്രി കൂട്ടൂ, വേഗത 4 ഇരട്ടി ആക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എത്ര ടൈംസ് ആകുമെന്നുള്ളതാണ്. ഇത് 2 ടൈംസ് ആകാം, ഇത് 3 ടൈംസ് ആകാം. ഇനി ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് T+10 റേറ്റ് കോൺസ്റ്റന്റിനെ K2 എന്നും ഇതിനെ K1 എന്നും എഴുതാം. അപ്പോൾ K2 ഡിവൈഡ് ബൈ K1 is equal to 2, അല്ലെങ്കിൽ K2 ഡിവൈഡ് ബൈ K1 is equal to 3, അതാണ് T is equal to 2 അല്ലെങ്കിൽ T is equal to 3. K2 ഡിവൈഡ് ബൈ K1 is equal to 3 എന്നും K2 ഡിവൈഡ് ബൈ K1 is equal to 2 എന്നും ഓർത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറീനിയസ് ഇക്വേഷൻ അറിയാം. ആ അറീനിയസ് ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ലോഗരിതം ഓഫ് K2 ബൈ K1 is equal to EA ഡിവൈഡ് ബൈ 2.03 R into 1/T1 minus 1/T2 നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്. സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാതെ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഇക്വേഷനൊക്കെ പറയുന്ന സമയത്ത് ലോഗരിതം ഓഫ് K2 ബൈ K1 ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ K2 ഇല്ല, K1 ഇല്ല. K2 K1 ഇല്ലാതെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 എന്ന് പറയും. ആ സമയത്ത് K2 ബൈ K1 വാല്യൂ ആണ് 2 എന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ K2 ബൈ K1 എന്ന് പറയുന്നതാണ് TC എന്ന് വിളിക്കുന്നത്. അപ്പോൾ TC is equal to 4 എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് K2 ബൈ K1 is equal to 4. ഐഡിയ ക്ലിയർ? ഓക്കെ, ഇനി ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറയാം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 ആണെന്നിരിക്കട്ടെ. ദാറ്റ് മീൻസ് ഫോർ എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിക്കം ഡബിൾ എന്നാണ് മീനിങ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ചെയ്ത് ഇത്ര മാത്രം. ഞാൻ 20 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരു റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഉയർത്തി. അയാളുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 ആണ് എങ്കിൽ വാട്ട് ഈസ് ദ ഫൈനൽ റേറ്റ്? 20 ഡിഗ്രി ആയിരുന്നപ്പോൾ റേറ്റ് R1, അത് 30 ഡിഗ്രി ആയപ്പോൾ ഡബിൾ ആയി, അതെത്രയാണ്? 2R1.
ശരിയല്ലേ? 2R1 ഡബിൾ ആയി. അത് 40 ഡിഗ്രി ആയപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ഇത് വീണ്ടും 10 ഡിഗ്രി കൂടി. ഇപ്പോൾ 2R ആണെങ്കിൽ അതിൻ്റെ ഡബിള് എത്രയാണ്? 4R1. അത് കഴിഞ്ഞ് 40യെ 50 ആക്കി എന്നിരിക്കട്ടെ, ഇതിൻ്റെ ഡബിള് 8R1. അടുത്ത് 60 ആയെന്നിരിക്കട്ടെ, അതിൻ്റെ ഡബിള് 16R1. ആ രീതിയിലാണ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓരോ 10 ഡിഗ്രി കൂട്ടുമ്പോഴും അതിന് മുമ്പുണ്ടായിരുന്നതിന് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഈസ് 2. ഓക്കെ. അപ്പോൾ എക്സാമിനേഷന് ന്യൂമറിക്കൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ T1 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് T2 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഞാൻ ചൂടാക്കി. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 ആണ്. ഞാൻ ഈ പറയുന്ന ഐഡിയ ഫോർ എവരി 10 ഡിഗ്രിക്കാണ്. അപ്പോൾ ഫൈനൽ റേറ്റ് കണ്ടുപിടിക്കാൻ 2 ആണ്. 2 T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ 10 R1 ഇങ്ങനെ നേരിട്ട് കണ്ടുപിടിക്കാം. മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരാളെ 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് ചൂടാക്കി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 എന്ന് പറഞ്ഞു. ആ നിമിഷം നിങ്ങൾ R2 is equal to 2 T2 മൈനസ് T1. 60 മൈനസ് 30 അത് എത്രയാടാ? അത് 60 മൈനസ് 30 ഡിവൈഡ് ബൈ 10. അപ്പോൾ എത്ര കിട്ടി? 3R1. 2 R1. സോ ആൻസർ ഈസ് 8 എന്ന് നേരിട്ട് എഴുതാം. എഴുതി നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈസിയായി ഈ ഐഡിയ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഒരാൾ എന്താണ് 50ൽ നിന്ന് 100 ആക്കി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1 50 ഡിവൈഡ് ബൈ 10. അതിപ്പോൾ 5. അപ്പോൾ 2 R1. അപ്പോൾ 2 എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി എങ്ങാനും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 3 എന്നാണ് പറയുന്നതെങ്കിൽ T1 ഡിഗ്രി ടു T2 ഡിഗ്രി എടുക്കുമ്പോഴത്തേക്കും R2 is equal to 2 അല്ല, ഇവിടെ 3 ആണ്. അപ്പോൾ ഈ 2ഉം ഈ 3ഉം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണെന്നുള്ള ഓർമ്മ വേണം. സാർ അപ്പോൾ അവിടെ log 2 അല്ലേ എടുക്കുന്നുണ്ട്? അത് തന്നെ. അതായത് നീ ചോദിച്ചെനിക്ക് മനസ്സിലായി. K2/K1 is equal to 2 അതല്ലേ ചോദിച്ചത്? അവിടെ അത് തന്നെയാണ് മക്കളെ എടുക്കുന്നത്. ലോഗരിതം ഓഫ് K2/K1. K2/K1 ആണ് 2. അപ്പോൾ log 2 എന്ന് വരും. കറക്റ്റ് ആണ്. അടുത്ത R2 is equal to 2. അപ്പോൾ ഇവിടെ എന്താണ്? R2 is equal to 2 വരാം, 3 വരാം. അത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് 2 ഇഫ് ഇറ്റ് ഈസ് 3 ഇനി നോക്കിയോളേ. ഫോർ എവറി 5 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡബിൾസ് എന്നാണ് ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ 20 നിന്ന് 40 ആകുന്നത് ചോദിക്കുമ്പോൾ 20 നിന്ന് 25ലേക്ക് പോയി, 25 നിന്ന് 30 പോയി, 30 നിന്ന് 35 പോയി, എന്നിട്ട് 40 അതിന് പകരം R2 is equal to 2 T2 മൈനസ് T1 ഡിവൈഡ് ബൈ നേരത്തെ ഫോർ എവരി 10 ഡിഗ്രി ആയതുകൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് എവരി 5 ഡിഗ്രി ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത്രയും R1. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ചെയ്യില്ലേ മക്കളെ? ശരി. The rate of the reaction is doubled for every 10 degree rise in temperature. The increase in reaction rate as a result of temperature rise from 10 degree to 100 degree. Your time starts now. Doubled എന്നാണ്. അപ്പോൾ R2 is equal to 2 T2 minus T1 by 10 R1. So R2 is equal to എത്രയാണ്? പോരട്ടെ. റജുൻ, അനസ്, അനഗ, നൗറിൻ പറയൂ മക്കളെ. അമർനാഥ് അല്ലടാ റജുൻ. പറ മക്കളെ. R2 പറയടാ. ഈ ക്വസ്റ്റ്യൻ്റെ കഴിഞ്ഞില്ലേ? വേഗം എഴുതും. ബി, ഓപ്ഷൻ ബി. 514 പറഞ്ഞത് നോക്കാം. അപ്പോൾ 2 എന്താണ്? ഇത് 10ഉം 100ഉം ഡിഫറൻസ് 90 by 10 2 to 9 R1. 2 to 16 അല്ലേ? 2 to 16 into 2 to 16 256 into 2 512. കറക്റ്റാണ് നോക്കാം. ഓപ്ഷൻ ബി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വിഘ്നേഷ്, അനസ്, മുഹമ്മദ്, അഡ്നാൻ, റജുൻ. 2 to 9 നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ. The rate of a chemical reaction doubles for every 10 degree rise of temperature. If the temperature is raised by 50 degrees Celsius, the rate of the reaction is increases by about. If the temperature is raised by, ഇവിടെ 2 ടെമ്പറേച്ചർ തന്നിട്ടില്ല,
ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ബൈ മീൻസ് T2 മൈനസ് T1. അത് 50 എന്ന് തന്നിട്ടുണ്ട്. സോ ആൻസർ വിളിച്ച് പറയൂ. അനന്തു സജി 6 ES എന്ത് മക്കളെ? വേഗം പറയണ എൻ്റെ ആൻസർ എടാ. ഡബിൾസ്. അപ്പോൾ R2 is equal to 2 raised to T2 minus T1 50/10 2 raised to 5 R1 16 × 2 32 അല്ലേ? എവിടെ പോയടാ നിങ്ങള്? പോരട്ടെ, വേഗാവട്ടെ. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഇനി എനർജി ഓഫ് ആക്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ അറീനിയസ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് ഓടിച്ച് പറയാം. കുഴപ്പമില്ലല്ലോ. വേഗം 9 മണിയായി. അല്പം കൂടെ മുന്നോട്ട് പോയിക്കോട്ടെ. പോവാം. നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് ചാർട്ടിലാകൊണ്ട് മക്കളെ അറിയാം. ഓക്കെ പൊട്ടൻഷ്യൽ എനർജിയും പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷനും തമ്മിൽ നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജിയും പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷനും. Progress of the reaction means reaction coordinates. Reaction coordinates means reaction start ചെയ്യുന്ന സമയത്ത് റിയാക്റ്റൻ്റ് ആണ്, ഇവിടെ പ്രോഡക്റ്റ് ആണ്, ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ആണ്. അതാണ് ഈ കാണുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ കാണുന്ന ലൈനിൻ്റെ പ്രത്യേകത ആദ്യം ഇതായത് ഈ കാണുന്ന ലൈനിൻ്റെ പ്രത്യേകത ഞാനത് കംപ്ലീറ്റ് വരയ്ക്കാം കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഇത് എനർജി ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ താഴെ കാണുന്ന എനർജി ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ഇനി ഇതാണ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്, എല്ലാവർക്കും അറിയാം. അതാണ് ത്രെഷോൾഡ് എനർജി സ്റ്റേറ്റ്. റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് ത്രെഷോൾഡ് എനർജി സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ട അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജിയാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ എനർജി ഓഫ് ദ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എച്ച്. എനർജി ഓഫ് ദ പ്രൊഡക്റ്റ് മൈനസ് എനർജി ഓഫ് ദ റിയാക്റ്റൻ, അതാണ് ഡെൽറ്റ എച്ച്. ഇനി എല്ലാവർക്കും അറിയാം ഈ കാണുന്നത് എന്ത് റിയാക്ഷനാണ്? ഇത് എന്താണ്? ഇത് റിയാക്റ്റൻ്റ്, ഇത് പ്രൊഡക്റ്റും. ആർക്ക് എനർജി കുറവ്? പ്രൊഡക്റ്റിന്. മീൻസ് എനർജി നഷ്ടപ്പെട്ടു, മീൻസ് അത് എക്സോതെർമിക് റിയാക്ഷനാണ്. എൻഡോതെർമിക്കിനൊക്കെ ഗ്രാഫുണ്ട്, ഇപ്പോൾ സമയമില്ല പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആകാൻ, അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി സ്റ്റേറ്റിലേക്ക് എത്താൻ, അല്ലെങ്കിൽ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റിനും ഇടയ്ക്കുള്ള എനർജി ബാരിയർ ഓവർകം ചെയ്യാൻ എത്ര അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജിയാണോ വേണ്ടത്, അതിൻ്റെ പേരാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. ഒരു റിയാക്ഷൻ്റെ എനർജി ഓഫ് ആക്ടിവേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ എനർജി ഓഫ് ആക്ടിവേഷൻ എൻ്റെ മനസ്സിൽ ഒരു കുന്നാണ്, ഒരു മലയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ചെറിയ കുന്ന് കയറി താഴോട്ട് വീഴണോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ കുന്നാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറിയ കുന്നാവാം. അപ്പോൾ എനർജി ഓഫ് ആക്ടിവേഷൻ്റെ പ്രത്യേകത, എനർജി ഓഫ് ആക്ടിവേഷൻ ചെറുതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ഓവർകം ചെയ്ത് ഇങ്ങോട്ട് പോവാം. അപ്പോൾ എനർജി ഓഫ് ആക്ടിവേഷൻ കുറയും തോറും റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. ഇത് പൊട്ടൻഷ്യൽ എനർജി പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ഒന്നും എഴുതാൻ എനിക്ക് സമയമില്ല മക്കളെ. ഞാനൊരു ഐഡിയ പറയാം. ഞാനിതാ ഇവിടെ നിന്ന് ഒരു റിയാക്ഷൻ എന്നാണ്ട് ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇയാൾ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? നിങ്ങൾ നോക്കി, ഇതാണ് റിയാക്റ്റൻ്റ്, ഇതാണ് പ്രൊഡക്റ്റ് എനർജിയാണ് കുറവ്, എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ അതൊക്കെ. ഇനി പകരം ഞാൻ വരച്ചത് ഇങ്ങനെയാണെങ്കിൽ ഒരു സംശയവും എനിക്കില്ല. ഇത് എനർജി ഓഫ് ദ റിയാക്റ്റൻ്റ്, എനർജി ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ അതെന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഇത് എക്സോ, ഇത് എൻഡോ. ഇനി ക്വസ്റ്റ്യൻ, ഈ റിയാക്ഷൻ എത്ര സ്റ്റെപ്പായിട്ടാണ് നടക്കുക? റിയാക്റ്റൻറ്റുകൾ ഇൻ്റർമീഡിയറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് സ്റ്റേറ്റിലേക്ക് പോയി, എന്നിട്ടൊരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു. ആ ഇൻ്റർമീഡിയറ്റ് അടുത്ത ആക്റ്റീവ് കോംപ്ലക്സ് ആയിട്ട് മാറി, എന്നിട്ട് പ്രൊഡക്റ്റായിട്ട് മാറി. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ പറയണം. ഇതെന്താണ്? റിയാക്റ്റൻ്റ് ആണ്. ഇതെന്താണ്?
പ്രോഡക്റ്റ് ആണ്. അപ്പം ഇതെന്താണ്? അതിൻ്റെ പേരാണ് ഇൻ്റർമീഡിയറ്റ്. ഞാൻ ഇതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻ്റർമീഡിയറ്റ് അല്ല, അതിൻ്റെ പേര് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അഥവാ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്നാണ്. അപ്പം ഇതിൻ്റെ പേര് ഇൻ്റർമീഡിയറ്റ്. അപ്പം ഈ റിയാക്ഷനിൽ എത്ര ഇൻ്റർമീഡിയറ്റുകൾ ഉണ്ടാവുന്നുണ്ട്? ഒരെണ്ണം. ഇവിടെ എത്ര സ്റ്റെപ്പായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്? ഇതൊരു സ്റ്റെപ്പ്, ഇതൊരു സ്റ്റെപ്പ്. അപ്പം എത്ര പീക്കുകളുണ്ടോ, എത്ര കുന്നുകളുണ്ടോ അത്രയും സ്റ്റെപ്പുകളുണ്ട് എന്നാണ് എൻ്റെ മീനിങ്. ഇനി അടുത്തത്, ഇവിടെ ഞാൻ എ ഗീവ്സ് ബി ഗീവ്സ് സി മീൻസ് അതിൻ്റെ മീനിങ് എ നേരിട്ട് എന്തായിട്ട് മാറുന്നു? സി. ഇതാണ് റിയാക്ഷൻ. അവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ആണ് ബി. എ ബി ആകുന്ന റിയാക്ഷൻ ആണോ, ബി സി ആകുന്ന റിയാക്ഷൻ ആണോ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനാണ് ഉയരം കൂടുതൽ? ഇതിനാണ് ഉയരം കൂടുതൽ സാർ. ഇവിടെ എനർജി ഓഫ് ആക്ടിവേഷൻ കൂടുതലാണ് സാർ. എനർജി ഓഫ് ആക്ടിവേഷൻ കൂടും തോറും റേറ്റ് കുറയും സാർ. അതുകൊണ്ട് ഇതാണ് സാർ സ്ലോ സ്റ്റെപ്പ്. റേറ്റ് കുറഞ്ഞ സ്റ്റെപ്പിൻ്റെ പേരാണ് സ്ലോ സ്റ്റെപ്പ്. സ്ലോ സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഐഡിയ ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ അല്ലേ? ഇനി ഇവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഇവിടെയും 2 സ്റ്റെപ്പ് ഉണ്ട്. ഇവിടുത്തെ എനർജി ഓഫ് ആക്ടിവേഷൻ ഇതാണ്, ഇവിടെ എനർജി ഓഫ് ആക്ടിവേഷൻ ഇതാണ്. അതാണ് ഇവിടുത്തെ ഐഡിയ. അപ്പം നിങ്ങളോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു, ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നു, ഇതിവിടെ ഇങ്ങനെ, ഇതിവിടെ ഇങ്ങനെ, ഓക്കെ, ഇതിവിടെ നിന്ന് ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. എൻഡോ ആണോ എക്സോ ആണോ? സാറേ ഞങ്ങൾക്കൊരു ഡൗട്ടും ഇല്ല, ഇത് എൻഡോതെർമിക്കാണ്. കാരണം ഇതിന് എനർജി കൂടുതൽ, ഇതിന് എനർജി കുറവാണ്. എത്ര സ്റ്റെപ്പ് സാർ? 1 2 3 സ്റ്റെപ്പ്. എത്ര ഇന്റർമീഡിയറ്റ്സ്? 1 2 2 ഇന്റർമീഡിയറ്റ്. എത്ര ഈസി ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ വർഷത്തെ JEE മെയിൻ്റെ എക്സാമിനേഷന് കഴിഞ്ഞ ലാസ്റ്റ് സെക്ഷനിൽ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഐഡിയ. ഓക്കെ, ഇനി ഞാൻ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുമ്പോൾ അടുത്തെനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. ഇതാ ഇവിടെ നോക്കിയോളൂ. അടുത്തത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് ഇരിക്കട്ടെ. ഈ മുന്നോട്ടുള്ള റിയാക്ഷനിൽ ഇതാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. അപ്പോൾ പുറകിലോട്ടുള്ള റിയാക്ഷനിൽ ഇതാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ്റെ പ്രത്യേകത അയാളുടെ എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ്റെ എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡും ബാക്ക്വേർഡും തന്നതിന് ശേഷം നിങ്ങൾക്കത് എക്സോതെർമിക്കാണോ എൻഡോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വലുതെന്ന് നോക്കിയാൽ മതി. ഫോർവേഡ് റിയാക്ഷന് ചെറുതെങ്കിൽ എക്സോ, ബാക്ക്വേർഡ് റിയാക്ഷനാണ് ചെറുതെങ്കിൽ എൻഡോ. മീൻസ് ദാ ഇവിടെ തിരിച്ച്, അതെ, ഇവിടെ എ ഫോർവേഡ് അത് വലുതും എ ബാക്ക്വേർഡ് അത് ചെറുതും. ഓക്കെ, അപ്പൊ ഈ 2 ഐഡിയ ഓർത്ത് വയ്ക്കണം. ഇനി എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ എ ഫോർവേഡ് മൈനസ് എ ബാക്ക്വേർഡ്, എ ഫോർവേഡ് മൈനസ് എ ബാക്ക്വേർഡ്. എപ്പോഴും ഇത് തന്നെ ചെയ്യുക. എൻഡോതെർമിക്കാണോ എക്സോതെർമിക്കാണോ നിങ്ങൾക്ക് വിഷയമേ അല്ല. നിങ്ങൾ അവിടെ ഒന്നും നോക്കണ്ട. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എ ഫോർവേഡ് മൈനസ് എ ബാക്ക്വേർഡ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ എക്സോ ആണെങ്കിൽ എ ഫോർവേഡ് ചെറുതാണ്, ചെറുതെന്ന് വലുത് കുറച്ചാൽ മൈനസ് കിട്ടും. അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസേ കിട്ടാവൂ. അത് എക്സോതെർമിക്കാണ്. ഇനി തിരിച്ച് എ ഫോർവേഡ് ആണ് വലുതെങ്കിൽ ഇത് പോസിറ്റീവ് കിട്ടും. അപ്പോൾ അത് എൻഡോതെർമിക്കാണ്, അതങ്ങനെ കിട്ടാവൂ. അപ്പോൾ അതുകൊണ്ട് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എ ഫോർവേഡ് മൈനസ് എ ബാക്ക്വേർഡ്. ഇനി എക്സാമിനേഷന് 20 kJ ഓഫ് എനർജി ഈസ് റിലീസ്ഡ് എന്ന് പറയും. അങ്ങനെ റിലീസ്ഡ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ച് 20 എന്നിട്ടാൽ തെറ്റി മക്കളെ. റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഡെൽറ്റ എച്ച് -20 എന്നിടണം. 30 kJ ഈസ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ 30 എന്നിടണം. ക്ലിയർ ആണോ? അതിന് പകരം ഡെൽറ്റ എച്ച് ഇക്വൽ ടു -8 പറഞ്ഞാൽ ആ -8 അതുപോലെ ഇടുക. അപ്പോൾ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പർ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ അതുപോലെ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ഇടുക. പക്ഷേ എനർജി റിലീസ്ഡും അബ്സോർബ്ഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിക്കാനാണ്. അബ്സോർബ്ഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ എനർജി റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ -8 തന്നെ എഴുതണം. എന്നിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഐഡിയ ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അറീനിയസ് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. K is equal to A e raised to minus EA by RT. ഞാൻ വേഗം പറഞ്ഞു നിർത്താം. ഇൻ ദ ലോഗരിതമിക് ഫോം ln K is equal to minus EA by RT ln A. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഞാനത് നിൽക്കുന്നില്ല. ln K വേഴ്സസ് 1/T ഗ്രാഫ് വരച്ചാൽ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആണ്. ഇതാണ് y ഇന്റർസെപ്റ്റ് ln A. അതുപോലെ ഇതെന്താണ് -EA by R. പൊന്നു മക്കളെ,
LNKയും അതുപോലെ 1/Tയും ഓക്കെ LNKയും 1/Tയും ഗ്രാഫ് വരച്ചിട്ട് സ്ലോപ്പ് തരും. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -EA/R R. അപ്പം നിങ്ങൾ നോക്കുക, എക്സാമിനേഷന് ചിലപ്പം കലോറിയിലായിരിക്കും തന്നിട്ടുള്ളത് EAയുടെ വാല്യൂ, ചിലപ്പോൾ ജൂളിലായിരിക്കും. ജൂളിലാണെങ്കിൽ 8.314 ഇടുക, കലോറിയിലാണെങ്കിൽ 2 കലോറി പെർ കെൽവിൻ പെർ മോൾ ഇടുക. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഓപ്ഷൻ നോക്കിയിട്ട് തീരുമാനിച്ചോളുക. സ്ലോപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. EA കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് LOGK ആ രീതിയിലും നമുക്കിത് എഴുതാം. ഇത് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാം. അവിടെ LOGK വേഴ്സസ് 1/T ആണെങ്കിൽ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -EA/2.03 കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾ ഓർക്കണം, എന്നിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ലോഗരിതം ഓഫ് K2/K1 is equal to EA/2.03R into 1/T1 minus 1/T2. ഇത് ഉപയോഗിച്ച് പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. എനർജി ഓഫ് ആക്ടിവേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. K2/K1 TCയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കാര്യം കൂടി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. K is equal to A, അല്ലെങ്കിൽ K1 is equal to A e⁻⁻RT1. അപ്പോൾ ഞാൻ K1 എന്നാണ് എഴുതിയത്. ഇവിടെ എയുടെ പേര് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നോ ഫ്രീക്വൻസി ഫാക്ടർ എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് -EA, എയും EAയും കോൺസ്റ്റൻ്റ് ആണ് ഫോർ എ പർട്ടിക്കുലർ റിയാക്ഷൻ. ഇനി R കോൺസ്റ്റൻ്റ് ആണ്, T ടെമ്പറേച്ചർ T1 ആണ്. അപ്പോൾ K2 is equal to എത്ര? e⁻⁻RT2. അപ്പോൾ K2/K1 എത്ര? K2/K1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എയും ക്യാൻസൽ ആയി പോവും. പിന്നെ e⁻⁻RT2 ഡിവൈഡഡ് ബൈ e⁻⁻EA/RT1. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതി കാണിക്കണമെന്നേ ഉള്ളേ. K2/K1 is equal to A⁻m/A⁻n is equal to A⁻m-n. അപ്പം ഇതേ മൈനസ് വരും, അപ്പോൾ ഇത് പ്ലസ് വരും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആൾക്കാരെയൊക്കെ കോമൺ എടുക്കാൻ പോവാണ്. EA/R ഞാൻ കോമൺ എടുത്തു. ബാക്കി 1/T1 ആദ്യം വരും, -1/T2. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള K2/K1 റേഷ്യോ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിനേഷന് ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അത് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എക്സാമിനേഷന് ഇങ്ങനെ K2/K1 എടുക്കുമ്പോൾ ഇത്ര കിട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇത്ര കിട്ടിയെങ്കിൽ അതെത്ര എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശരി, അപ്പോൾ ഒരുവിധം കൺസെപ്റ്റുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, ഈ കൺസെപ്റ്റുകൾ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് സ്വീകരിക്കുക. നിങ്ങൾ നേരത്തെ ഒരുപാട് നല്ല കൺസെപ്റ്റുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതും ഇതും ഒക്കെ കൂട്ടിച്ചേർത്ത് നന്നായിട്ട് പഠിച്ച് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അടിച്ചു പൊളിക്കുക. മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് വരാൻ നോക്കാം മക്കളെ.